ആനുവൽ ഡേയുടെ ടോക്സ് എല്ലാവരുടെയും കഴിഞ്ഞു. ശരിക്കും ആനുവൽ ഡേ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചെങ്ങന്നൂർ സത്സംഗത്തിൻ്റെ അങ്ങനെയല്ല, സാധന ചെയ്യുന്ന സാധകരുടെ ആനുവൽ ഡേ ആണ്. അപ്പം എന്താണ് ആനുവൽ ഡേ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ കുറേ കൂടി നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു തീർത്ഥാടനമാണ്. ഒരു തീർത്ഥാടനം എങ്ങോട്ട്? തൻ്റെ റിയൽ സെൽഫിലോട്ട്. എന്താണ് താൻ? അതിലോട്ട് ഉള്ളൊരു തീർത്ഥാടനം. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഹിമാലയത്തിലോട്ട് പോകുന്നു വിചാരിക്കുക. അപ്പോൾ പോകണം എന്ന് ആദ്യം ഒരു ചിന്തയായിരിക്കുമല്ലോ വരിക. പിന്നീട് വരുന്നത് എന്തോന്നാണ്? എന്ന് പോകാം, എങ്ങനെ പോകാം, പോകുമ്പോൾ എന്തൊക്കെ കരുതണം, ഇങ്ങനത്തെ അടുത്ത ചിന്ത അതാണ് വരുന്നത്. അപ്പം പിന്നെ സ്വാഭാവികമായിട്ട് ആ ഡേറ്റ് ഫിക്സ് ചെയ്യും. അതിനുള്ള അറേഞ്ച്മെൻ്റ് ആയിരിക്കും പിന്നീട് സംഭവിക്കുന്നത്. ഇങ്ങനെയാണല്ലോ ഒരു യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ തൻ്റെ റിയൽ സെൽഫിലോട്ട്, റിയലായിലോട്ട് പോകുമ്പോൾ നേരത്തെ ആ ഹിമാലയ യാത്ര പോലെ തീരുമാനം എടുക്കുമെന്നും അപ്പോഴും പോകാൻ പറ്റില്ലല്ലോ. അതിന് കുറച്ച് സമയമുണ്ട്, അല്ലെങ്കിൽ അതിന് മുന്നൊരുക്കങ്ങളുണ്ട്. അപ്പോൾ റിയൽ സെൽഫിലോട്ട് പോവുക എന്ന് പറയുന്നതിനും ഇതുപോലെ മുന്നൊരുക്കങ്ങളും അല്ലെങ്കിൽ അതിലോട്ടുള്ള പ്രയാണവും ഉണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് എനിക്കവിടെ എത്തണമെന്നും അല്ലെങ്കിൽ ആ മുന്നൊരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പോകണമെന്നുള്ള തീരുമാനം മനസ്സിൽ വരുമ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ റിയൽ സെൽഫിലോ ആണ്. നമ്മൾ റിയൽ സെൽഫിൽ നിന്നുകൊണ്ട് തന്നെയാണ് പോകണമെന്നുള്ള തീരുമാനം എടുക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളും എല്ലാം ചെയ്യും. എപ്രകാരം? എനിക്ക് ഹിമാലയത്തിൽ പോകണമെന്ന് ഒരാൾ ഹിമാലയത്തിൽ നിന്നുകൊണ്ട് തീരുമാനിക്കുന്നത്. കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ, ഒരാൾ ഹിമാലയത്തിൽ നിന്നിട്ട് അവൻ്റെ വീടിനെയോ അല്ലെങ്കിൽ നാടിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു വിചാരിക്കുക. ആലോചിക്കണം മനസ്സിൽ. അപ്പോൾ പെട്ടെന്ന് ചിന്തിക്കണേ, ഞാൻ നിൽക്കുന്ന ഇവിടെയാണല്ലോ, ഈ പ്രസൻറ്റിനെ പറ്റി എനിക്ക് ഒന്ന് ചിന്തിക്കാം. പ്രസൻറ്റിനെ പറ്റി ഒന്ന് ചിന്തിക്കാം. അതായത് ഈ ഹിമാലയവും ഇതും മഞ്ഞും തണുപ്പും ഈ പറയുന്ന ഈ അന്തരീക്ഷത്തിൽ ലീവ് ഇൻ പ്രസൻറ്റ് എന്ന് പറയുന്നത് പോലെ അങ്ങനെ ചിന്തിക്കാൻ കുറച്ച് നിമിഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആ തോട്ട് മാറിയിട്ട് ഇതിൽ വരും. ഇതിൻ്റെ വേറൊരു വെർഷനല്ലേ നമ്മുടെ റിയൽ ഐയിലാണെങ്കിലും നമ്മൾ മായാ സങ്കല്പത്തിലോട്ടങ്ങ് പോകും. അപ്പം ആ ഹിമാലയത്തിൽ നിന്നിട്ട് നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ, പകൽ സ്വപ്നം കാണുന്ന പോലെ, നമ്മൾ ചിന്തയുടെ ലോകത്ത് പോകുന്നത് പോലെ. അപ്പോൾ വീണ്ടും ഒരു ബോധം വരും, ഞാൻ ഈ നിമിഷം, അതായത് ഈ ഹിമാലയത്തെ എനിക്ക് തിരിച്ചറിയണം. ചിന്തിച്ചിട്ട് ഒരു നിമിഷം ആ ചിന്തയെ ബ്ലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഹിമാലയത്തെ ഫീൽ ചെയ്യും. വീണ്ടും ചിന്തയിലോട്ട് പോകുമ്പോൾ ആ ഹിമാലയം നഷ്ടപ്പെടും. ഇതിന് വേറെ വർഷം തന്നെയാണ് ആ റിയൽ ഐയിൽ നിന്ന് നമ്മൾ വേറെ ഒരു ചിന്തകളുടെ ഒഴുക്കിൽപ്പെട്ട് പോകുന്ന ഒരവസ്ഥ. മറ്റേതാ ഹിമാലയത്തിൽ കുറച്ച് നേരം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ ചിന്തയുടെ ഒഴുക്ക് ഒരു നല്ല പ്രവാഹമായിട്ട് പോകുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ആ റിയൽ ഐയെ തിരിച്ചറിയാൻ പറ്റാതിരിക്കുന്നത്. അപ്പോൾ ആനുവൽ ഡേ ഒക്കെ ശരിക്കും ഉദ്ദേശിക്കുന്നത് ഇവ എത്രത്തോളം ആ റിയൽ ഐയെ തിരിച്ചറിയാൻ പറ്റി എന്നുള്ളൊരു വിലയിരുത്തലാണ്.
അപ്പോൾ എത്രത്തോളം റിയൽ ഐയെ തിരിച്ചറിയാൻ പറ്റിയെന്ന് പറയുമ്പോൾ തന്നെ ആ മാസ്കിങ് ഐ, അല്ലേ, മാസ്ക് അണിഞ്ഞ ഐ എത്രത്തോളം അർത്ഥശൂന്യമാണ് എന്നുള്ള തിരിച്ചറിവ് അവന് താനെ സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ മാസ്ക് വെച്ച് ആ ഐയെ തള്ളി മാറ്റുമ്പോൾ റിയൽ ഐ വരും എന്നുള്ള അങ്ങനെയല്ല. ആ റിയൽ ഐയെ അവൻ എത്രത്തോളം സ്പർശിക്കുന്നു, അനുഭവിക്കുന്നു, അവ ഉൾക്കൊള്ളുന്നു എന്ന് പറയുമ്പോൾ താനെ മറ്റത് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥശൂന്യത മനസ്സിലായി വരും. സൂര്യൻ വരുമ്പോഴും നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ അതിൻ്റെ ശോഭ മങ്ങുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അവിടെ നക്ഷത്രം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. സൂര്യൻ ഉദിക്കിൻ്റെ പ്രകാശം ആ നക്ഷത്രത്തിന് വലിയ ശോഭ കൊടുക്കുന്നില്ല, നക്ഷത്രത്തിന് ശോഭയായിട്ട് വരുന്നില്ല. പക്ഷെ റിയൽ സെൻസിൽ നോക്കിയാൽ ഈ സൂര്യൻ്റെ 50,000 ഇരട്ടി വലിപ്പം ഉണ്ടാവും ഓരോ നക്ഷത്രത്തിനും. അത് വേറൊരു കാര്യം. പക്ഷെ നമ്മൾ നിൽക്കുന്നതും നമുക്ക് അനുഭവപ്പെടുന്നത് നോക്കുമ്പോൾ സൂര്യൻ വലുതായത് കാരണം നമ്മളെ സംബന്ധിച്ച് അവൻ്റെ ആ വ്യക്തിപരമായ അനുഭവം മുതൽ സൂര്യൻ വലുതാണെന്ന് ഉള്ള അവസ്ഥയും ദൂരം കൊണ്ട് നക്ഷത്രം ചെറുതായതും കാരണം സൂര്യൻ വന്നപ്പോൾ നക്ഷത്രമെല്ലാം ഓടി എന്ന് തോന്നല്, അല്ലെങ്കിൽ ഒളി മങ്ങി എന്നുള്ള തോന്നല്. അതേസമയം അതിൽ ഈ അനന്തകോടി നക്ഷത്രത്തിൽ ഒരു നക്ഷത്രത്തിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ നക്ഷത്രത്തിൻ്റെ ശോഭ കാരണം സൂര്യനെ കാണാൻ പറ്റുന്നതായിരിക്കും വരുന്നത്, അല്ലേ? അപ്പം ഈ ഒരു ഉദാഹരണത്തിൻ്റെ പ്രസക്തി എന്തെന്ന് വെച്ചാൽ, നമ്മൾ ജീവഭാവത്തിൽ നിൽക്കുമ്പോൾ ഈ സ്റ്റാർ എന്ന് പറയുന്നത് ശുദ്ധബോധം ചിന്തിക്കുക എന്ന് വെച്ചാൽ, അതായത് ബ്രഹ്മമെന്നോ അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുക. സൂര്യൻ എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ബോധമെന്ന് ചിന്തിക്കുക. അപ്പോഴ് നമ്മൾ ജീവഭാവത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സൂര്യനാണ് വലുത്, നക്ഷത്രം ചെറുതാണ്. എന്നാൽ ആ ബ്രഹ്മബോധത്തിലോട്ട് പോയാൽ ബ്രഹ്മാനുസന്ധാനം, ശരിക്കും നേരത്തെ പറഞ്ഞ ആത്മാനുസന്ധാനം വരുമ്പോഴാണ് സൂര്യൻ വലുതും നക്ഷത്രം ചെറുതും. ബ്രഹ്മാനുസന്ധാനത്തിലെടുത്തുമ്പോൾ എന്താണ് വലുതെന്ന് മനസ്സിലാക്കിയത് ചെറുതാണെന്ന് തിരിച്ചറിയും. അപ്പോഴേ നമ്മളെ ആ വ്യക്തിബോധം മാറി വിശ്വബോധത്തിലോട്ട് പോകുന്ന ഒരു യാത്ര, അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ആത്മാനുസന്ധാനവും ആദ്യം അറിയണം, തുടർന്നുള്ള ബ്രഹ്മാനുസന്ധാനത്തിലൂടെ എത്തിപ്പെടണം. ആനകളുടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. അവൻ്റെ സാധന ജീവിതവും ജീവിതാനുഭവങ്ങളും ഇത് കൂട്ടി വായിക്കുന്നതും എത്രത്തോളം അവൻ്റെ ആ റിയൽ ഐയെ അവന് തിരിച്ചറിയാൻ പറ്റി എന്നുള്ളത്. ഇപ്പം ഒരു വ്യക്തിക്ക് പൂർണ്ണ സന്യാസ ചിന്തയോടെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. അതേപോലെ ഒരിക്കലും ഒരു 25 വയസ്സുകാരനോ 30 വയസ്സുകാരനോ ചിന്തിക്കാൻ പറ്റില്ല. കാര്യം അവനിലെ കർമ്മകാണ്ഡം അവനെ തീർച്ചയായിട്ടും ഇങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അവ അങ്ങനെ ചിന്തിക്കാത്തത് വലിയ തെറ്റാണെന്നുള്ള അർത്ഥവും വരില്ല, ഒരിക്കലും വരില്ല. എന്നാൽ ആ കർമ്മം അല്ലെങ്കിൽ ആ ഭൗതികതയിൽ നിന്നുകൊണ്ട് ആധ്യാത്മികയുടെ പ്രസക്തി തിരിച്ചറിയാൻ പറ്റുമല്ലോ, അത് പറ്റുമല്ലോ. അല്ലെങ്കിൽ ആ ഭൗതികതയും ആധ്യാത്മികതയുടെ വാല്യൂ തിരിച്ചറിയാൻ സാധിക്കുമല്ലോ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോഴത്തെ വീടുകളിലൊന്നും ചിമ്മിനി വിളക്കൊന്നുമില്ല, എമർജൻസി ഇതൊക്കെ. പണ്ടെങ്കിൽ ചിമ്മിനി വിളക്കെന്നുള്ള എക്സാമ്പിൾ പറയാം, എന്നാൽ എമർജൻസി ഉണ്ട്. ഈ എമർജൻസി നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ തന്നെ കറണ്ട് ഉള്ളപ്പോൾ എന്തുകൊണ്ട് നമ്മൾ എമർജൻസി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല?
എന്തുകൊണ്ടെന്ന് വെച്ചാൽ എമർജൻസിയുടെ വെട്ടത്തിനെക്കാട്ടി കൂടുതൽ വെട്ടം കറണ്ട് അല്ലെങ്കിൽ നമ്മുടെ ട്യൂബും ബൾബും തരുന്നു എന്നുള്ള ഒരു ബോധം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് കറണ്ടുള്ള സമയത്ത് എമർജൻസി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യില്ല. കറണ്ട് ഇല്ലാത്ത സമയത്ത് എമർജൻസി ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ നമുക്ക് വേറൊരു ബോധമുണ്ട്, ട്യൂബിൻ്റെ വെട്ടത്തിൻ്റെ അത്ര വെട്ടം എമർജൻസിക്ക് ഇല്ല. പക്ഷെ കറണ്ട് ഇല്ലാത്ത സമയത്ത് എമർജൻസി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ കാര്യം എന്തുകൊണ്ട്? ആ ഇരുട്ടിനെ സംബന്ധിച്ചിടത്തോളം എമർജൻസിക്ക് എത്രയോ പ്രാധാന്യം ഉണ്ട് എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ആധ്യാത്മികത ഈ ബൾബും ട്യൂബും ഒന്ന് ചിന്തിക്കുക. ആ റിയാലിറ്റി, ഭൗതിക കാഴ്ചപ്പാട് എന്ന് പറയുന്ന എമർജൻസി എന്ന് ചിന്തിക്കുക. നമ്മുടെ ഉള്ളിലുള്ള എന്താ പറയാൻ അന്ധത, അതാ കറണ്ട് കട്ടെന്ന് ചിന്തിക്കുക. അന്ധത ബാധിച്ചിരിക്കുമ്പോൾ എമർജൻസി ആയിരിക്കും ഏറ്റവും ഹെൽപ്പറെന്ന് ചിന്തിക്കും. അപ്പോൾ ആ എമർജൻസിയുടെ ആ വെട്ടം നമുക്ക് വളരെ ആശ്വാസമെന്നും ഗുണകരമാണെന്നൊക്കെ നമുക്ക് തോന്നും. കാര്യം എന്തുകൊണ്ടാണ്? താൻ അന്ധതയിലാണെന്നുള്ള ബോധം ഇരിക്കുന്നുണ്ട്. എന്നാൽ എപ്പോഴാണോ ആ ശരിക്കുള്ള കറണ്ട് വരുന്നത്, പിന്നെ നമ്മൾ എമർജൻസി ഉപയോഗിക്കില്ല. ഇപ്പോൾ ഭൗതികതയിൽ നിൽക്കുമ്പോഴും ഈ ആത്മബോധത്തെ പറ്റിയിട്ടുള്ള അല്പചിന്തനം എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറയില്ല, ആ ചിന്തനം വരുമ്പോൾ തന്നെ അറ്റ്ലീസ്റ്റ് എമർജൻസി കാട്ടിയും ഭേദമാണ് ട്യൂബ് എന്നുള്ള ഒരു ബോധം നിലനിൽക്കും. ഇത് ആർക്ക് വേണമെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ സന്യാസ ചിന്തയിൽ ചിന്തിച്ചങ്ങ് പോകാത്തവനും അവൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ റിയൽ ഐ എന്നുള്ള ബോധത്തോടെ അവൻ ആ ഭൗതിക കർമ്മത്തിൽ വ്യാപൃതനാകാൻ സാധിക്കും. അപ്പം ഈ നമ്മൾ സാധനയും കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ആ റിയൽ, നേരത്തെ പറഞ്ഞ പോലെ റിയൽ ഐയിലോട്ടുള്ള യാത്രയാണല്ലോ, ഇത് കൂടുതൽ വെളിവാകും. ഇപ്പം തന്നെ നമ്മളിവിടെ അതിനിടയിൽ പലരും അവരുടെ ആ എക്സ്പീരിയൻസ് ചർച്ച ചെയ്തു. അപ്പോൾ അവരോട് വ്യൂ പോയിന്റിൽ തൻ്റെ ഈ അസ്തിത്വത്തിൻ്റെ നിരർത്ഥതയാണ് ശരിക്കും ഓരോ വാക്കുകളിലും പറഞ്ഞത്. എല്ലാവരും എടുത്ത് പറയുന്ന സമയം തികയില്ല, എന്നിരുന്നാലും ചിലത് എന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോകാം. അപ്പം ഇവിടെ ഈ പറഞ്ഞ വ്യക്തികൾ എന്നല്ല, നമ്മളെ പോയിന്റിലോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് ആ പറയുന്ന പോയിന്റ് ആ റിയൽ ആയിട്ട് നമ്മൾ ചിന്തിച്ച് കണക്ട് ചെയ്യണം. അപ്പോഴാണ് അത് സത്സംഗമാവുന്നത്. അപ്പോൾ മാത്രമേ സത്സംഗമാവുള്ളൂ. ബസവപ്പൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഒരാൾ പറഞ്ഞു. അതായത് യതിയുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ, നിത്യചൈതന്യതി അദ്ദേഹം സന്യാസത്തെ ആഗ്രഹിച്ച് അതിനുവേണ്ടി ജീവിച്ചു എന്നും അദ്ദേഹം അതേ പുസ്തകമൊക്കെ ഒത്തിരി എഴുതുകയും ചെയ്യുന്ന, അപ്പോൾ അദ്ദേഹം കുറേ വായിക്കുന്ന ഒരാളാണ്. അദ്ദേഹം വായിച്ചു കൊണ്ടിരുന്നതും വായിച്ച് കഴിഞ്ഞതുമായിട്ടുള്ള പുസ്തകങ്ങൾ, അതും ഇനി വായിക്കാനുള്ള പുസ്തകങ്ങളും ഇതെല്ലാം കൂടി പാക്ക് ചെയ്ത്, പിന്നെ പ്രിൻ്ററും ടൈപ്പിംഗ് മെഷീൻ, ഇതെല്ലാം കൂടി കുറച്ച് ലഗേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പൊന്തിച്ച് കൊണ്ടുവരാൻ അത് ഒറ്റയ്ക്ക് പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് സഹായിക്കാൻ വേണ്ടി ബസവപ്പൻ എന്ന് പറഞ്ഞൊരു ഒരു യുവാവ് അവിടെ വന്നു എന്നാണ്. അപ്പോൾ ഇതെല്ലാ ഭാരവും അയാൾ തലയിലെടുത്തിട്ട് അയാളിങ്ങനെ ചുമന്നുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. കൂലിക്കാരനാണ്, ഇങ്ങനെ ചുവട്ട് കൂലിക്കാരെന്നൊക്കെ പറയുന്നത് പോലെ. അപ്പം യതി ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, തന്നെയും കാട്ടിയും പ്രായക്കുറവാണ് ഈ ബസവപ്പൻ എന്ന് പറഞ്ഞ ഈ യുവാവിന്. വളരെ മെലിഞ്ഞ്
ഇരിക്കുന്ന ഒരു വ്യക്തി. അപ്പം യതി അറിയാതെ ഇങ്ങനെ കമ്പയർ ചെയ്യണം. അവൻ ആ പയ്യനെ കാട്ടി ആരോഗ്യ ദൃഢ ആണ് തനിക്കുള്ളത്. പക്ഷെ ഇത് ഞാൻ എങ്ങനെ എടുത്തുകൊണ്ട് പോകുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഇതാണ്. പക്ഷെ ഒരു കൂലിയെ കിട്ടിയപ്പോൾ അവിടെ കൊണ്ടുവച്ചത് ക്യാഷ് തരാമെന്നുള്ള ഒരു മനോഭാവമാണ് ഡെവലപ്പ് ചെയ്തത്. അവനത് എടുക്കാൻ പറ്റുന്നുണ്ട്, പിന്നെ എനിക്ക് എന്തുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്ന് ഇത് ചിന്തിക്കുകയാണ്. പക്ഷെ വേറെ ഒരു വലിയ തമാശയെന്ന് വെച്ചാൽ ആ കൂലിക്കാരന് കൊടുക്കാനുള്ള പൈസ യതിയുടെ കയ്യിലില്ല. യതിയുടെ കയ്യിലില്ല, പൈസയും ഇല്ല, ചുമക്കാനും വയ്യ. അതേസമയം ഒരു കൂലിക്കാരനെ കിട്ടിയപ്പോൾ മനസ്സിന് സന്തോഷമായി. അപ്പം വളരെ ചിരിച്ചുകൊണ്ടാണ് ഈ ബസവപ്പൻ വന്ന് ഇതൊക്കെ എടുക്കുന്നത്. കാര്യം ഒരു വർക്ക് കിട്ടി. അപ്പോൾ ബസവപ്പൻ ഒന്ന് എടുത്തപ്പോൾ ഇയാൾക്ക് ഉള്ളിൽ ആശ്വാസമുണ്ട്, എന്നാൽ ഉള്ളിലൊരു കുറ്റബോധമുണ്ട്. അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നല്ലോ, എന്നെ കൊണ്ട് പറ്റില്ലേ എന്നുള്ളൊക്കെ ചിന്തയുണ്ട്, ഡെവലപ്പ് ചെയ്തവരെയാണ്. പക്ഷെ ഇതേ ഫ്രാങ്കായിട്ട് പറഞ്ഞു, നീ ഇത് ചെയ്താൽ എനിക്ക് തരാൻ പൈസയില്ല. ബസവപ്പൻ ചോദിക്കുകയാണ്, ആര് പൈസ ചോദിച്ചു? എന്നിട്ട് ഈ ബസവപ്പൻ ഇതൊക്കെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് അങ്ങ് നടക്കുകയാണ്. ഓടി വരും പെട്ടെന്ന് വരുന്നത് അടുത്ത ബസ്സിൽ അത് കയറി പോകണ്ടേന്ന് പറഞ്ഞാൽ ഇതിൽ ബസവപ്പൻ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ യതിയുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അനുഭവിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് ദൂരം പോവുകയാണ്. ആ ബസവപ്പൻ നല്ലവണ്ണം വേർക്കുന്നുണ്ട്, വെയിലുമാണ്. എന്നിട്ട് വളരെ സ്പീഡ് നടക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നു ബസവപ്പൻ, ഭക്ഷണം വല്ലതും കഴിച്ചായിരുന്നോ? യതിയോട് ചോദിക്കുകയാണ്. അപ്പോൾ യതി ഭക്ഷണം രാവിലെ കഴിച്ചിട്ടില്ല. അപ്പം ഇത് ബസവപ്പൻ മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ നല്ലൊരു ഹോട്ടലുണ്ട്, അവിടെ പോയി ഭക്ഷണം കഴിക്കാം. അപ്പോൾ യതി പോക്കറ്റ് തപ്പിയൊക്കെയാണ്. കൂലി കൊടുക്കാനും ഇല്ല, ഒന്നുമില്ല. ഈ ബസവപ്പൻ വയറ് നിറച്ച് ഭക്ഷണം യതിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് ഈ സാധനങ്ങളെല്ലാം ചുവട് പറക്കി അവിടെ കൊണ്ട് വെച്ചിട്ട് അദ്ദേഹം അങ്ങ് പോയി, ടാറ്റ പറഞ്ഞിട്ട് അങ്ങ് പോയി. അപ്പം ഈ ഒരു സ്റ്റോറി പറഞ്ഞപ്പോൾ, സ്റ്റോറിയല്ല, ലൈഫിൽ നടന്നത്. ആരാണ് യഥാർത്ഥ സന്യാസി എന്നൊക്കെ ചിന്തിക്കേണ്ട നിമിഷങ്ങളാണ് ഇതൊക്കെ. സന്യാസി ആരാണ് എന്നുള്ളത്. അതല്ലെങ്കിൽ യഥാർത്ഥ ഒരു ആത്മവികാസം ഇതിൽ ആർക്ക് സംഭവിച്ചു എന്നുള്ളതാണ്. ആത്മവികാസം സംഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ സന്യാസത്തിലോട്ടാണ്. പൂർണ്ണമായി സംഭവിക്കുമ്പോൾ അവൻ സന്യാസിയായി. അപ്പം ഇതിൽ ബസവപ്പനാണ് എത്രയോ വലിയ ഒരു ഇത്. അതേസമയം താനും ബസവപ്പനും തമ്മിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് യതിക്ക് മറച്ചു വയ്ക്കാമായിരുന്നു. പുറം ലോകം യതി പറയാതിരുന്നാൽ അറിയൂ. അങ്ങനെ യതി അത് പറഞ്ഞുവെങ്കിൽ യതി ആരാണ്? സാക്ഷിഭാവത്തിൽ തൻ്റെ മാസ്കിങ് ഐയെ നോക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്നല്ലേ നമ്മൾ ചിന്തിക്കണം. ചില ബസവപ്പൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. ബസവപ്പൻ ഒരു ഹ്യൂമാനിറ്റി കാണിച്ചിട്ടുണ്ടാകാം, എന്തോ ആയിക്കോട്ടെ. പക്ഷെ യതി അവിടെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അയാളൊരു നിരീക്ഷകനായിരുന്നു, ഒരു വിറ്റ്നസ്സായിട്ട് തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അതൊരു ആധ്യാത്മികതയുടെ ഉയർന്നൊരു തലമാണ്, താൻ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളത്. എന്തിന് ശ്രദ്ധിക്കുന്നത്? ന്യായീകരിക്കാനേ അല്ല, ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല അവനെ ശ്രദ്ധിക്കുന്നത്. അവനെ കാണുന്നത് ഏതിൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ്? പരമ്പൊരുളിൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ്. ഈ പരമ്പൊരുളും ഈ മാസ്ക് ധരിച്ച ഞാനും തമ്മിൽ എത്ര അന്തരമുണ്ടെന്നുള്ള തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് ആ വിറ്റ്നസ് അവസ്ഥയിൽ അവൻ നോക്കുന്നത്. യതി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അത് ചെയ്യുന്തോറും എന്ത് പറ്റും? യതി കൂടുതൽ വളരുകയുള്ളൂ. ആ ബസോപ്പയുടെ ആ ഒരു സ്റ്റോറി ശരിക്കും ആ തലത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. ആ ഇൻസിഡൻറ്റ്, സ്റ്റോറിയല്ല, ഇൻസിഡൻറ്റ്. അപ്പോൾ അതിന് വേറൊരു പോയിന്റും പറഞ്ഞു, ആരോടും ആജ്ഞാപിക്കരുത്, ആരെയും അനുസരിക്കരുത്. നിഷേധം പോലെ തോന്നും അത് കേട്ടാൽ. ആരോടും ആജ്ഞാപിക്കുന്നുമില്ല, ആര് പറയുന്നത് അനുസരിക്കുന്നതുമില്ല എന്നുണ്ടെങ്കിൽ ന്യൂട്രൽ എന്നല്ലേ അർത്ഥം. അത് വൺ സൈഡ് ആകുമ്പോഴാണ് ഒരു കുഴപ്പമുണ്ടാകുന്നത്. എല്ലാവരോടും ആജ്ഞാപിച്ചുകൊണ്ടിരിക്കുന്നു, ആരെ അനുസരിക്കുന്നില്ല, അത് ദോഷമാണ്. എല്ലാവരും പറയുന്ന അനുസരിച്ചുകൊണ്ടിരിക്കുന്നു, ആജ്ഞാപിക്കുന്നില്ല, അതും ദോഷമാണ്. അതേസമയത്ത് ഇത് ആരോട് ആജ്ഞാപിക്കുന്നുമില്ല, ആര് പറഞ്ഞ അനുസരിക്കുന്നതിന് ന്യൂട്രലിൽ പോവുകയാണ്. അത് വേറൊരു ഐഡൻറ്റിറ്റിയാണ്. വളരെ ചിന്തിച്ച് നോക്കുമ്പോൾ അതറിയാൻ പറ്റും, ആ ഐഡൻറ്റിറ്റിയുടെ തലത്തിൽ നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വേറൊരു നല്ലൊരു പോയിന്റ്, ശരിക്കും നമ്മൾ സാധന വ്യൂ പോയിന്റിൽ തന്നെ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് പറഞ്ഞത്, എൻ്റെ മനസ്സും എൻ്റെ ബുദ്ധിയായിട്ട് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഭരത് പറഞ്ഞു. ഭരത് ഇപ്പം 10ാം ക്ലാസ് പഠിക്കുന്നു. ആ 10ാം ക്ലാസ് പഠിക്കുന്ന ആ പയ്യൻ തൻ്റെ ഉള്ളിൽ നോക്കി അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ടെങ്കിൽ ശരിക്കും ഒന്ന് ചിന്തിച്ചതല്ല, 1000 വട്ടം ചിന്തിച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം. തൻ്റെ ബുദ്ധിയുടെ സ്വാധീനവും എന്നാൽ ബുദ്ധിയുടെ എന്താ പറയാൻ കഴിവില്ലായ്മയുടെയും, ബുദ്ധിക്ക് കഴിവുണ്ട് പക്ഷെ ആ കഴിവ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ, അല്ലെ ബുദ്ധിയുടെ വോയിസിന് പ്രാധാന്യമില്ല എന്നുള്ളൊരവസ്ഥ, അത് മൈൻഡ് തട്ടിക്കൊണ്ടുപോവുകയാണ്, ബുദ്ധിയെ മറക്കുകയാണ് എന്ന് പറയുന്ന ആ ഒരു കണ്ടെത്തലുകൾ എന്ത് കറക്റ്റ് റൂട്ടാണ് തെളിഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് പിന്നെ മുതിർന്ന പല സാധകരും ഇങ്ങനെ ഞാൻ പണ്ട് ചിന്തിച്ചിരുന്നുവെങ്കിൽ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു വന്നത്. അതൊരു ഉയർന്ന ചിന്താതലമാണത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണല്ലോ ഒരു വ്യക്തിക്ക് മാറാൻ പറ്റുന്നത്. ന്യായീകരണം ഇല്ലല്ലോ അവിടെ, കുറ്റം വേറൊന്നിലോട്ട് ആരോപിക്കുന്നില്ലല്ലോ, ഈശ്വരനിലോട്ട് ആരോപിക്കുന്നില്ല, വേറെ തൻ്റെ ചുറ്റും കറങ്ങുന്ന സൗഹൃദങ്ങളോട് ആരോപിക്കുന്നില്ല, അയാൾ കാരണമാണ് ഇയാൾ കാരണമെന്നൊന്നുമല്ല ആരോപിക്കുന്നത്. എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു കണ്ടെത്തൽ. ഇതിനപ്പുറം വലിയൊരു കണ്ടെത്തലുകളില്ല. അപ്പോഴല്ലേ ബുദ്ധിയെ കവർ ചെയ്തിരിക്കുന്ന ആ മനസ്സിനെ നമ്മൾ പഠിക്കുകയോ പൊളിച്ചെടുക്കുകയോ ഒക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ നല്ലൊരു സീഡ് വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളതല്ലേ എൻ്റെ അർത്ഥം. മേധ അതുപോലെയാണ് പറഞ്ഞത്, ഞാൻ മാറും, മാറാൻ ശ്രമിക്കും, മെഡിറ്റേഷൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ജപിക്കാൻ ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞു. കുട്ടികൾക്ക് മാറാൻ പറ്റും, കാര്യം അവരുടെ ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ട്. മുതിർന്നവർക്ക് എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ള ആ നെഗറ്റീവ് തോട്ട് കയറി ആദ്യം വരും. നിങ്ങൾക്ക് അങ്ങനെ വരുമില്ല, അത് വളരെ പോസിറ്റീവായിട്ടായിരിക്കും അതിനെ കാണുന്നത്. അവരങ്ങനെ ചെയ്യാൻ പറ്റുമോ അവർക്ക്? അതാണ് പറഞ്ഞ ആധ്യാത്മികതയിൽ ഒരു കുഞ്ഞിൻ്റെ മനസ്സുണ്ടായിരിക്കണമെന്ന് പറയും. അവനെ മാത്രമേ ആ ഒരു ഫ്രഷായിട്ട് അവർ വളരാൻ പറ്റുള്ളൂ, തീരുമാനങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ, ഒരു ന്യായീകരണത്തിൻ്റെ ലോകത്തിലോട്ട് പോകാതിരിക്കുകയുള്ളൂ. അതിന് ശരിക്കും ചെയ്യേണ്ടത് ഒരു ആധ്യാത്മിക വ്യൂ പോയിൻ്റാണ്. ഈ തിങ്കിങ് ലെസ് ആൻഡ് ലെസ്
എബൌട്ട് അവേഴ്സ് എന്ന് പറയും. തിങ്കിങ് ലെസ് എന്നല്ല, ലെസ് ആൻഡ് ലെസ്. അത് മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല, അത് ചെയ്യുകയും വേണം. തിങ്കിങ് മോർ ആൻഡ് മോർ എബൌട്ട് അതേഴ്സ് എന്ന് പറയും. ഇവിടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരാം. നമ്മുടെ കാര്യം ചിന്തിക്കാതെ വേറെ പലരുടെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ജീവിക്കാൻ പറ്റും. കണ്ണൻ്റെ അടുത്ത് ഇതേപോലെ ഒരു വിമല അല്ലേ, വിമലയോ സിസ്റ്റർ, വിമല സിസ്റ്റർ പറഞ്ഞു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികം കുറച്ച് കഴിയുമ്പോൾ കണ്ണന് ഒരു ഡൗട്ട് തോന്നി, നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പിന്നെ നമ്മളുടെ കാര്യം എന്ത് ചെയ്യും? അപ്പോൾ അതേപോലത്തെ ഒരു ഇതാണ് തിങ്കിങ് മോർ ആൻഡ് മോർ എബൌട്ട് അതേഴ്സ് എന്നും തിങ്കിങ് ലെസ് ആൻഡ് ലെസ് എബൌട്ട് അവർ സെൽഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ തോന്നും, മറ്റുള്ളവരെ പറ്റി ചിന്തിച്ചിട്ടിരുന്നാൽ പിന്നെ എൻ്റെ കാര്യം ആര് ചെയ്യുന്നുള്ളത്. ഇവിടെ അവർ എന്നും അതേഴ്സ് എന്ന് പറയുന്നതിന് ഞാനും മറ്റുള്ളവരും എന്നുള്ള അർത്ഥമില്ല, അങ്ങനത്തെ അർത്ഥമില്ല. തന്നിൽ നിന്ന് അന്യമായിരിക്കുന്നു എന്നുള്ള തോന്നലിനെ പറ്റിയിട്ട് നീ തിങ്ക് ചെയ്യൂ, മോർ ആൻഡ് മോർ എന്ന്. തന്നിൽ നിന്ന് അന്യമായി ഇരിക്കുന്നു എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി നീ കൂടുതൽ ചിന്തിക്കൂ എന്നാണ്. അപ്പം തന്നിൽ അന്യം എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന സമയത്ത് താൻ എന്നുള്ളൊരു ഫാക്ടർ വന്നില്ലേ, അത് നിന്നെ മിസ്ലീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിനെപ്പറ്റി നീ വളരെ കുറച്ച് ചിന്തിക്കൂ എന്നാണ്. ചിന്തിക്കരുതെന്ന് പറയുന്നില്ല, ഭൗതിക ഇൻട്രാക്ഷൻസും കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ളത് കാരണം ചിന്തിക്കരുതെന്ന് പറയുന്നില്ല. അങ്ങനെ ഈ റൂട്ടിലാണ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ആധ്യാത്മിക ജീവിതം. എന്നിൽ നിന്ന് അന്യമാണ് മറ്റുള്ളവർ എന്ന് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ, എന്നിൽ നിന്ന് അന്യമായിരിക്കുന്ന ആ ഘടകത്തിനെ പറ്റിയിട്ട് അവൻ ചിന്തിക്കണം. ചിന്തിക്കുമ്പോഴാണ് എന്നിൽ നിന്ന് അന്യമല്ല എന്ന് പറയുന്ന ഒരു ഉത്തരം കിട്ടുകയുള്ളൂ. അപ്പോൾ എന്നിൽ നിന്ന് അന്യമായിരിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അത് ബാക്കി ആ അതേഴ്സ് എന്നുള്ളത് മാറ്റിയിട്ട് ആ മൈ സെൽഫ് എന്ന് പറയുന്ന ഇതുണ്ടല്ലോ എന്നിൽ, അപ്പം ഞാൻ എന്നുള്ളൊരു കൺസെപ്റ്റ്, അത് മിസ്ലീഡ് ചെയ്യുന്ന ഞാനായിരിക്കും എപ്പോഴും. റിയൽ പോയിന്റിലോട്ട് അവനെ കൊണ്ടുപോകില്ല. അതുകൊണ്ടാണ് അതിനെപ്പറ്റി കുറച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറയുന്ന കാര്യം. അപ്പം അങ്ങനെ പറയാൻ കാര്യം, തിങ്ക് അല്ലെങ്കിൽ തിങ്കിങ് ലെസ് ആൻഡ് ലെസ് എബൌട്ട് അവേഴ്സ് എന്ന് പറയാൻ കാര്യം, ആ അവർ എപ്പോഴും സെൽഫിഷിന് അമിത പ്രാധാന്യം കൊടുക്കുന്ന ഒരു ആയിരിക്കും, സ്വാർത്ഥതയായിരിക്കും അത്. അപ്പം അതിനെപ്പറ്റി കൂടുതൽ തിങ്ക് ചെയ്താൽ എന്ത് പറ്റും? ഇവൻ സ്വാർത്ഥതയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. പക്ഷെ അവ അറിയില്ല, ഞാൻ സ്വാർത്ഥതയിലൂടെയാണ് ചിന്തിക്കുന്നതും സ്വാർത്ഥതയിൽ കൂടിയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള അവൻ അറിയില്ല. പക്ഷേ സ്പെഷ്യലൈസേഷൻ, കാര്യം അവൻ പ്ലാനിങ്ങും അവൻ തിങ്കിങ്ങും എല്ലാം സ്പെഷ്യലൈസേഷൻ പോലെ പോകും. അത് വരാതിരിക്കാനാണ് അങ്ങനെ പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞല്ലോ, അതേഴ്സ് എന്ന് പറഞ്ഞു, അത് നമ്മുടെ ഒരു മെഡിറ്റേഷൻ വ്യൂ പോയിന്റിലാണ് പറഞ്ഞത്. തന്നിൽ നിന്ന് അന്യമായി എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കുമെന്ന് പറഞ്ഞാൽ ഒരു മെഡിറ്റേഷൻ വ്യൂ പോയിന്റിലാണ്. എന്നാൽ സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതേഴ്സ് എന്ന് പറയുന്നത് അതർ പീപ്പിൾ എന്നെടുത്താലും അതർ പീപ്പിൾ എന്ന ഒരു അർത്ഥത്തിലെടുത്താലും നെറ്റ് എഫക്റ്റ് എന്ത് സംഭവിക്കും? ഈ സ്വാർത്ഥത കുറയും.
അവനുണ്ടാവുന്ന എന്തായിരിക്കും? നിസ്വാർത്ഥതയായിരിക്കും. അപ്പം ബേസിക്കലി ഒരു മനുഷ്യൻ സുഖം ആഗ്രഹിക്കുന്നു വിചാരിക്കുക. സുഖമോ മനസ്സമാധാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും അതേപോലത്തെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു വിചാരിക്കുക. സ്വാർത്ഥത മനോഭാവത്തോടെ പോയാലും സുഖം കിട്ടും, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. സ്വാർത്ഥതയിൽ പോയാലും സുഖം കിട്ടും, നിസ്വാർത്ഥതയിൽ കൂടെ പോയാലും സുഖം കിട്ടും. അവൻ അനുഭവിക്കുന്ന സുഖം ഇപ്പോൾ സ്വാർത്ഥതയിൽ പോയാൽ സുഖം കിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതിനെ കിട്ടുന്നത് കൊണ്ടാണല്ലോ എല്ലാവരും സ്വാർത്ഥതയിലൂടെ പോകുന്നത്. സുഖമുണ്ട് സ്വാർത്ഥതയിലൂടെ പോയാൽ. നിസ്വാർത്ഥതയിൽ പോയാലും തീർച്ചയായിട്ടും സുഖമുണ്ട്. എന്നാൽ നമ്മളൊന്ന് ഇപ്പം നമ്മുടെ ഏജ് നമ്മൾ ചിന്തിക്കുക, അവരവരുടെ ഏജ് ഒന്ന് ചിന്തിക്കുക. എന്നിട്ടൊരു ഫ്ലാഷ് ബാക്ക് പോലെ പുറകോട്ടൊന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിച്ച മുഹൂർത്തം ഏതെന്ന് നമ്മളിങ്ങനെ അവരവരുടെ ഉള്ള് തട്ടി ചിന്തിച്ച് നോക്കുമ്പോൾ ഏതോ ഒരു നിസ്വാർത്ഥ മുഹൂർത്തമായിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യം കയറി വരുന്നത്. രണ്ടാതെ സ്വാർത്ഥമായി ചിന്തിച്ചപ്പോൾ കിട്ടിയ സുഖത്തെ പറ്റി വരുള്ളൂ. അത് രണ്ടാതെ നിൽക്കുകയുള്ളൂ. അപ്പം നിസ്വാർത്ഥതയിൽ കൂടി കിട്ടിയ സുഖത്തിനാണ് ലൈഫുള്ളത്. അപ്പം സ്വാർത്ഥതയുടെ സുഖമാണെങ്കിലും അത് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല അതിനെ. അതാണ് സെൽഫ്ലെസ്സിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. കാര്യം സത്യം എന്നും ജീവിക്കൂ എന്ന് പറയുന്നത് അതാണ്. സ്വാർത്ഥത സത്യമല്ല, അതിൽ കിട്ടുന്ന ആനന്ദവും സത്യമല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ പോലും അത് ഫ്ലാഷ് ബാക്കിൽ ചിന്തിച്ചപ്പോൾ നമ്മുടെ മനസ്സിൽ വരാത്തത്. അതുകൊണ്ടൊക്കെയല്ലേ ഈ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ നിസ്വാർത്ഥ സങ്കല്പങ്ങൾ ഇന്നും പിടിച്ചു നിൽക്കുന്നത്. കയ്യുക്കുള്ളവും കാര്യക്കാരൻ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ലോക സമസ്ത സുഖിനോ ഭവന്തു ഇതിൽ ഏത് പോളിസി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പറയും? ലോക സമസ്ത സുഖിനോ ഭവന്തുവിനെ നമ്മൾ പറയുള്ളൂ. കയ്യുക്കുള്ളവും കാര്യക്കാരൻ എന്ന് പറയുന്നത് ആ ഒരു മൊമെൻറ്റിലുള്ള സത്യമാണെങ്കിലും അത് ലോങ് റണ്ണിന് ഒരിക്കലും ഗുണം ചെയ്യുന്നതല്ലെന്ന് നമുക്ക് തന്നെ അറിയാം. അതിൻ്റെ അർത്ഥം നിസ്വാർത്ഥതയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ്. അങ്ങനത്തെ നിസ്വാർത്ഥതയെ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാർത്ഥത കുറയണ്ടേ? സ്വാർത്ഥത കുറയണമെങ്കിൽ എന്ത് സംഭവിക്കണം? തിങ്കിങ് ലെസ് ആൻഡ് ലെസ് എബൌട്ട് അവേഴ്സ് എന്നും തിങ്കിങ് മോർ ആൻഡ് മോർ എബൌട്ട് തിങ്കിങ് മോർ അതേഴ്സ് എന്നും ലെസ് അവേഴ്സ് എന്നുള്ളതിൽ നമ്മൾ ചിന്തിക്കേണ്ടി വരും എന്നർത്ഥം. അപ്പോൾ അങ്ങനെ സെൽഫിഷ്നെസ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു വ്യക്തിക്ക് സെൽഫിഷ്നെസ് കുറഞ്ഞു തുടങ്ങിയാണ്. സെൽഫിഷ്നെസ് കുറയാൻ ശ്രമിക്കുമ്പോൾ അവൻ സാധനയുടെ ഒരു ലോകത്തിലോട്ട് അവൻ മുന്നോട്ട് പോകുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം. അങ്ങനെ സാധനയുടെ ഒരു വ്യൂ പോയിന്റിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ ആറ്റിറ്റ്യൂഡിന് ചേഞ്ച് സംഭവിച്ചിരിക്കും. ഘട്ടമായിട്ടെങ്കിലും സംഭവിച്ചിരിക്കും. ഈ മാറുന്ന ചേഞ്ച് അവന് തിരിച്ചറിയാൻ പറ്റണം. നമ്മൾ ആനുവൽ ഡേ എല്ലാം ഉദ്ദേശിക്കുന്ന അതാണ്. അത് തിരിച്ചറിയാൻ പറ്റണം എന്ന് പറയാൻ കാര്യം എങ്കിലേ അവനിലുള്ള വിറ്റ്നസ് ഉണരുന്നുള്ളൂ എന്നുള്ള അർത്ഥം വരുള്ളൂ. വിറ്റ്നസ് ഉണരാതെ മാറ്റം വന്നു കഴിഞ്ഞാൽ അത് ആ ഒരു നോളജ് എൻ്റെ ആ റൂട്ട് കറക്റ്റ് അല്ല. അത് വിറ്റ്നസ്സും കൂടി വരണം, ഉണരണം. കാര്യം വിറ്റ്നസ് ഉണരണമെന്ന് പറയാൻ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ശുദ്ധബോധമാണല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ ഹിമാലയത്തിലാണ് താൻ എങ്കിലും ഹിമാലയത്തിലോട്ട് പോകണം, അല്ലെ ഹിമാലയത്തെ പറ്റി എനിക്ക് ചിന്ത വരണം, ഞാൻ നിൽക്കുന്നത് ഹിമാലയത്തിലാണെന്നുള്ള ചിന്ത വരണം എന്ന് പറയുന്നത്
അപ്പോൾ അവിടെയാണെങ്കിലും ചിന്തയുടെ ലോകത്തോട്ട് അവൻ മാറി നിൽക്കുന്നത് കൊണ്ടല്ലേ, ലീവ് ഇൻ പ്രസൻ്റ് എന്നുള്ള അവസ്ഥയിൽ വരാൻ പറ്റാത്തതുകൊണ്ടല്ലേ. അപ്പോൾ അതേപോലെ ശുദ്ധബോധത്തിലാണ് ഞാനെങ്കിലും ഞാൻ എത്രയോ മാറി നിൽക്കുകയാണ് എന്നുള്ള തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം ഞാൻ അതിൽ ചെന്ന് ചേരണമെന്നുള്ള ഒരു തോന്നലുണ്ട്. ഇതിങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിറ്റ്നസ് ഉണരണ്ടേ? വിറ്റ്നസ് ഉണരുന്നില്ലെങ്കിൽ പിന്നെ അവന് പിന്നെ എന്താ പറയാൻ, ശരിക്കും അവൻ എവിടെ നിൽക്കുന്നു, അവൻ ചേഞ്ച് ആവുന്നൊന്നും അവൻ അറിയാൻ പറ്റില്ല. അതാണ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവണമെന്ന് പറയാൻ കാര്യം. അപ്പം നമുക്കറിയാം, ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുകയാണ്. അപ്പം ജീവഭാവം ആ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ആ ഒരു ഉണ്ടല്ലോ ജീവഭാവം, ഒരു വളർച്ചയുടെ ഒരു ആരംഭം. ആദ്യം മാംസപിണ്ഡമായിട്ടാണ് വളർന്നത്, പിന്നീട് ആ ജീവൻ പ്രവേശിക്കുന്നത് പിന്നീടാണ്. അപ്പം ജീവഭാവം വരും. ഈ ജീവഭാവം വരുമ്പോൾ അത് ശുദ്ധ ബോധം ആണ്. ആ മാംസപിണ്ഡം ശുദ്ധബോധത്തിലാണല്ലോ എല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ കാണുന്ന മാംസപിണ്ഡോ അല്ലെങ്കിൽ ശിശുവോ എന്തോ ഏതവസ്ഥയായിക്കോട്ടെ, അത് പ്യൂർ ശുദ്ധബോധത്തിലിരിക്കുകയാണ്. ആ സമയത്ത് മനസ്സ് പ്രവേശിക്കുന്നു, മനസ്സ് ഡെവലപ്പ് ചെയ്യുന്നു പറയും കുഞ്ഞിന്. അതൊരു പൊട്ടാണ്, കൊട്ടല്ല, ഒരു പൊട്ടെന്ന് ചിന്തിക്കണം. ഒരു പൊട്ട് വീഴാണ്. പിന്നെ കുഞ്ഞിന് തോന്നുന്നത് എന്താണ്? ഞാൻ എന്നുള്ള പൊട്ടാണ് അതിൽ വന്നത്. കുഞ്ഞ് റിയാക്ട് ചെയ്യും. പുറത്ത് വരുന്നതിന് മുന്നേ സംഭവിക്കുന്ന കുഞ്ഞിന് അസ്വസ്ഥതയുണ്ട്, കുഞ്ഞ് ആസ്വദിക്കുന്നുണ്ട്. ഞാനെന്നുള്ള ബോധത്തോടെയാണ് അത് കുഞ്ഞ് ആസ്വദിക്കുന്നത്, അല്ലേ? കുഞ്ഞ് പുറത്ത് വരുമ്പോൾ ആ ഞാനെന്നുള്ള ആ പൊട്ട് കുറച്ചുകൂടി ഡാർക്കാവും. പൊട്ട് കൂടിയാണ് പൊട്ടനാവുന്നത്, അത് വേറെ കാര്യം. പിന്നീട് എന്താണ്, ഈ പൊട്ട് കുറച്ച് ഡാർക്കാവും പറയില്ലേ, കുഞ്ഞ് ഞാനെന്നുള്ള അവസ്ഥയിൽ ചിന്തിക്കുകയും പിന്നെ അച്ഛനമ്മമാരെ പറയും, എന്തു പറയും, ഇത് നിൻ്റെ അച്ഛൻ, ഇത് നിൻ്റെ അമ്മ. അപ്പം അടുത്ത പൊട്ട് വരും, എൻ്റേത് എന്നുള്ള കുഞ്ഞ് വീണ്ടും ചിന്തിക്കുകയാണ്. ആ ശുദ്ധബോധത്തിൽ നിന്ന് അവൻ വിഭജിച്ച് വരുന്നതാണത്. ഞാനും എൻ്റേതും എന്ന് പറഞ്ഞിട്ട് വേറെ ആ അപ്പുറത്തെ അബുമ്മ എന്ന് ചിരിച്ചാൽ, നീ ചിരിക്കല്ലേ, ഇച്ചിച്ചിയാണ് അബുമ്മ എന്ന് പറയും. കാര്യം ഉടക്കായിരിക്കും. അതും കൂടെ പഠിപ്പിക്കും കുഞ്ചിനെ. അപ്പം തന്നിൽ നിന്ന് അന്യൻ, തന്നിൽ നിന്ന് വേറെ എല്ലാം പഠിപ്പിക്കുകയാണ് ആ കൊച്ചിനെ. അശുദ്ധബോധത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോകുന്നതാണ്. പിന്നെ എന്ത് പറ്റും? ആ കുഞ്ഞിന് അങ്ങനെ ചിന്തിക്കാൻ പറ്റും. അവൻ എന്താണ്, ആ ശുദ്ധബോധം തന്നെയാണ്, അല്ലെങ്കിൽ ആ റിയലായി താനാണ് എന്നുള്ളതിൽ നിന്ന് പതുക്കെ ഇഞ്ചെക്ട് ചെയ്ത് പിന്നെ അവൻ ആ വ്യൂ പോയിന്റിൽ ബേസ്ഡ് ആയിട്ടും പിന്നെ ഞാനും എൻ്റേതും എന്നുള്ള രീതിയിൽ മാത്രം ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് അത് വരും സ്വാഭാവികമായിട്ട്. അവൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. കൊച്ചു കുട്ടികളിങ്ങനെ ഈ പ്രകടിപ്പിക്കും ഓരോ കാര്യങ്ങൾ. അത് പറയപ്പെടുന്നത് ഈ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നത് വാക്കുകളിൽ കൂടി എന്ന് പറയും. കൊനഷ്ട ബുദ്ധിയില്ലല്ലോ, അവർ ഉള്ളത് പറയുന്ന ആ വാക്കിൽ വേറെ ദ്വയാർത്ഥങ്ങളൊന്നും ഉണ്ടാവില്ല, ഫ്രാങ്കായിട്ട് പറയും. ഇതാണ്. ചില ആൾക്കാരുണ്ടല്ലോ, ഈ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം, വായിൽ വയ്ക്കാൻ കൊള്ളാത്തതായിരിക്കും, സൂപ്പറായിരുന്നു എന്ന് പറയും. അപ്പം പറയും, ഇഷ്ടപ്പെട്ടല്ലേ, എനിക്ക് നാളെയും കൊണ്ടുവരാന്ന് പറയും. അല്ല, ഇതൊന്നും കഴിക്കാൻ പാടില്ല, നമുക്ക് അസുഖമൊക്കെ വരില്ലേ, ഇങ്ങനെ പറയും. പിന്നീട് അല്ലെങ്കിൽ ഇന്ന് മധുരം ഇങ്ങനെ ഇത്ര ഉപ്പിടാൻ പാടില്ല, അല്ലെങ്കിൽ മധുരം ഇടാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്ര എരിവ് പാടില്ല, കൊളസ്ട്രോൾ കൂടും, ഇത്ര അങ്ങനെ വേണ്ട എന്നൊക്കെ പറയും. അപ്പം പക്ഷേ കൊച്ചുങ്ങളാണെങ്കിൽ അവർ കഴിച്ച് ഇഷ്ടപ്പെട്ടില്ല, ഇതെന്തോന്നും ചോദിക്കും. അവർ പറയുന്നതെല്ലാം വാക്കുകളിൽ കൂടിയാണ്. എന്നാൽ അഡൽട്ട് എങ്ങനെ പറയും? അവയെല്ലാം
ഐഡിയാസിൽ കൂടിയാണ് അവൻ പറയുന്നത്. കൊള്ളാം, പക്ഷെ ഇപ്പോഴല്ലല്ലോ കഴിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ പറയും. രാവിലെയല്ലേ കഴിക്കേണ്ടത്, അതല്ലെങ്കിൽ നമ്മൾ കുറേ കഴിഞ്ഞ് പണിയെടുത്ത് വേർതിരിക്കുമ്പോഴല്ലേ കഴിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് വേറെ വാക്കുകൾ, മനോഹരമായ വാക്കുകൾ ചേർത്ത് പറയും. ആറ്റിറ്റ്യൂഡാണ് അല്ലേ? അതേപോലെ ഒരു റിയലൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ എങ്ങനെയായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്? അയാൾ പറയുന്നത് അയാളുടെ ഐഡിയാസിലോ വാക്കിൽ കൂടിയല്ല അയാൾ എക്സ്പ്രസ് ചെയ്യുന്നത്. പരമ്പൊരുൾ, ആ ട്രൂത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ 3 രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നാണ് ഈ ലോകത്ത്. ഒരു കുഞ്ഞ് വാക്കുകൾ കൂടി അങ്ങനെ പറയുകയാണ്. അപ്പോൾ ഒരു 40 വയസ്സുകാരൻ ഈ കുഞ്ഞിന് പറയും പോലെ വാക്കുകൾ കൂടിയാണ് പറയുന്നുണ്ടെങ്കിൽ അവന് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റൂല. കാര്യം എന്തുകൊണ്ടാണ്? ഈ സൊസൈറ്റി ഒരു പറഞ്ഞിട്ടുണ്ട്, അഡൽട്ട് ഇങ്ങനെ ചിന്തിക്കാവൂ. അപ്പം വാക്കുകൾ കൂടി ആയിരിക്കില്ല പറയേണ്ടത്. ഐഡിയാസ് ഉള്ളിൽ ഇട്ടിട്ട് വാക്ക് വേറെ രീതിയിൽ ഉപയോഗിച്ച് പറഞ്ഞ് ആ ഐഡിയ മറ്റോ മനസ്സിലാക്കണം. ഇങ്ങനത്തെ ഒരു ഫ്രെയിം വർക്ക് ഇട്ടിട്ടുണ്ട്. അഡൽട്ട് ഇങ്ങനെ ചിന്തിക്കാവൂന്ന്. വാക്ക് എക്സ്പ്രസ് ചെയ്യുന്ന കുഞ്ഞിനെ കാട്ടിയും വാല്യൂ വരുന്നത് കൊനഷ്ടായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്കാണ്. അപ്പോഴാണ് ആൾക്കാർ അവൻ മുതിർന്നു, അല്ലെങ്കിൽ അവന് പക്വത വന്നു എന്ന് പറയും അല്ലേ? വിലയിരുത്തപ്പെടുന്നത് എങ്ങനെയാണ്? പിന്നെ പക്വതയുടെ ലക്ഷണം ഈ രീതിയിലാണ് കാണുന്നത്. കാര്യം ഈ സർക്കസ് കൂടാരത്തിൽ ഈ നമ്പർ കാണിക്കുന്നവനല്ലേ സ്ഥാനമുള്ളൂ, അല്ലാത്തവന് സ്ഥാനമില്ല. നമ്പർ അറിഞ്ഞുകൂടാത്തവൻ ക്ലീനിങ് വർക്കോ അക്കൗണ്ടൻ്റ് വർക്കോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ആ ഫ്രെയിമിൻ്റെ പുറത്ത് എന്താ പറയുക, ഈ സ്റ്റേജിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന രീതിയിൽ പോലെ മുന്നിൽ നിൽക്കുന്നവൻ നമ്പർ കാണിക്കുന്നവനായിരിക്കും. അപ്പോൾ നമ്മൾ ആ അഡൽറ്റ് ഒരു ചൈൽഡിൻ്റെ ആ ആറ്റിറ്റ്യൂഡ് ശരിക്കും നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഒരു ഗുരു അല്ലെങ്കിൽ ഒരു ജ്ഞാനി പറയുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞു, അവർ പറയുന്ന ലക്ഷ്യത്തെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. നേരത്തെ അഡൽട്ട് ഐഡിയാസ് അതിൻ്റെ വാക്കുകൾ കൂടിയാണ് കൺവേ ചെയ്യുന്നുണ്ടെങ്കിൽ, ഗുരു എപ്പോഴും ലക്ഷ്യം അല്ലെങ്കിൽ ആ ട്രൂത്തിനെ അവനിൽ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും ആ ഗുരു സംസാരിക്കുന്നത്. അപ്പോൾ ഗുരു സംസാരിക്കുന്ന വാക്കുകൾ മാത്രം എടുത്താൽ നമുക്ക് ലക്ഷ്യത്തിലോട്ട് എത്താൻ പറ്റൂല. എന്ന അർത്ഥം കൺഫ്യൂഷൻ ആകാൻ പാടില്ല. ഗുരു ആ ഫാക്റ്റിനെ മനസ്സിലാക്കിയിട്ട് അത് കൺവേ ചെയ്യാനാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വാക്കിനെ മാത്രം പിടിച്ചുകൊണ്ടിരിക്കരുത്. ആ ട്രൂത്തിനെ പറ്റിയിട്ട് ഒരു സെർച്ചിങ് മൈൻഡ് ഉള്ളവന് മാത്രമേ ഈ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. എങ്കിലേ പറ്റൂ. അതിന് അപ്പടി രജിസ്റ്റർ ആവുള്ളൂ. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞതുപോലെ സാധനയും ഇതെല്ലാം ചെയ്യുമ്പോഴും തന്നിലുള്ള വീക്ക്നെസ്സിനെ പറ്റിയിട്ട് യവൻ ബോധേഡായാലേ ട്രൂത്തിനെ പറ്റി പറയുന്ന ആ ജ്ഞാനിയുടെ വാക്കിന് അവനിൽ രജിസ്റ്റേർഡ് ആവുകയുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരിടത്ത് ഒരു വലിയ സാധകനോ ഭക്തനോ ഏത് ലെവലോടെ വിളിക്കാം ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഭഗവാനെ പറ്റിയിട്ട് ചിന്തിക്കാനും സ്വപ്നം കാണാനും സംസാരിക്കാനും അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുന്നത് കേൾക്കാനും ഭയങ്കര ഒരു ആനന്ദമുള്ള ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹം ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ കൂടി നടന്നു പോവുകയാണ്. അപ്പോൾ എതിരെ ഒരാൾ വന്നിട്ട് ഇയാളിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അപ്പം ആ എതിരെ വന്ന ആൾ
എന്താ പറയുക, ഈ ഒരു ഈശ്വരനെ ഇയാൾ ചിന്തിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സ്വഭാവമുള്ള ആൾ. ഇപ്പോൾ ഈശ്വര നിഷേധിയെന്നോ നിരീശ്വരവാദിയെന്നോ ആ കൺസെപ്റ്റ് ചിന്തിക്കുക. അപ്പം ഇയാളെ കണ്ട ഉടൻ എങ്ങനെയെങ്കിലും അയാളെ ഒന്ന് കളിയാക്കണമെന്നോ, അല്ലെങ്കിൽ അയാളുടെ ഐഡിയാസ് എല്ലാം തെറ്റാണെന്നോ, അയാളുടെ ഫിലോസഫി എല്ലാം തെറ്റാണെന്നോ, തൻ്റെ ഐഡിയാസാണ് ശരിയെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോക്ക് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പം ഇയാൾ നടന്നു വരികയാണ്. അപ്പം ഇങ്ങനെ കൂടുതൽ നിന്ന് സംസാരിക്കാനുള്ള ഇതൊന്നുമില്ല. അപ്പോൾ ഇവരിങ്ങനെ ഫേസ് ടു ഫേസ് കണ്ടു. അപ്പോൾ ഈ സാധകൻ അല്ലെങ്കിൽ ഈ വിശ്വാസി കണ്ടപ്പോൾ മറ്റുള്ള സമയത്ത് ഒരു ടോക്ക് എൻട്രി വേണ്ടേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ വാച്ചില്ലാത്ത എൻ്റെ അടുത്ത് സമയം ചോദിക്കും. താങ്കളുടെ കയ്യിൽ വാച്ചുണ്ട്, താങ്കളുടെ കയ്യിൽ വാച്ചുണ്ടായിട്ട് എൻ്റെ അടുത്ത് സമയം ചോദിക്കുകയാണോ ചോദിച്ചു. അപ്പോൾ ചീറ്റിപ്പോയി ചോദ്യം. അപ്പോൾ പറഞ്ഞു, അല്ല, എൻ്റെ വാച്ച് ഓടുന്നില്ല, എന്നാലിപ്പോൾ എത്ര മണി ആവുമായിരിക്കാം എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ആവുമായിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത് പറഞ്ഞു. അടുത്തൊരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിലേക്കൊന്ന് തൊഴാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇതാണല്ലോ ഇയാൾ ആഗ്രഹിച്ച ആ ഒരു. അപ്പം പെട്ടെന്ന് ആ ഗോഡിൻ്റെ കൺസെപ്റ്റിലോട്ട് വന്നല്ലോ. അപ്പം സന്തോഷമായി. അപ്പം ഇനി അത് പറയാമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് മറ്റേടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ് നിരീശ്വരവാദി, എന്തിനാ പോകുന്നു എന്ന് ചോദിച്ചു. എന്തിനാ അമ്പലത്തിൽ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹം അത് തൊഴാനെന്നോ അങ്ങനെയൊന്നും അയാൾ പറഞ്ഞിരുന്നില്ല. അത് ചോദിച്ചു, താങ്കൾ ആരാണ് എന്ന് ഈ വിശ്വാസി എതിരെ വന്ന് ചോദിച്ച ആളുടെ ചോദിച്ചു. താങ്കൾ ആരാണ് എന്ന് ചോദിച്ചു. താങ്കൾ ആരാണ് എന്ന് ചോദിച്ചതിന് വേറൊരു അർത്ഥമുണ്ട്. എന്തിന് അമ്പലത്തിൽ പോകുന്നു എന്നല്ലേ അയാൾ ചോദിച്ചത്, എതിരെ വന്ന ആൾ. അപ്പോൾ ഇതിൻ്റെ അമ്പലമൊന്നും അവൻ ആവശ്യമില്ലാത്ത തലത്തിൽ ഉയർന്ന രീതിയിലുള്ള ഒരാളാണോ എന്ന്, അത് ഒരു ജ്ഞാനിയാണോ ഒന്ന് അറിയില്ലല്ലോ. അതിലാണ്, ആ അർത്ഥത്തിലാണ് താങ്കൾ ആരാണ് എന്ന് ചോദിച്ചത്. അപ്പോൾ ഉടനെ പറഞ്ഞു നിരീശ്വരവാദി എന്ന് പറഞ്ഞു. വളരെ അഭിമാനത്തോടെ അയാൾ പറഞ്ഞു. അയാളുടെ പേരൊന്നുമല്ല അയാൾ പറഞ്ഞത്, വർണ്ണ വർഗമോ ജാതിയോ മതമോ ഒന്നുമല്ല പറഞ്ഞത്, നിരീശ്വരവാദി എന്ന് പറഞ്ഞു. അത് പറഞ്ഞതും ഈ കേട്ട ആൾ ഓടിപ്പോയി അയാളെ കെട്ടിപ്പിടിച്ച് കാലൊക്കെ ഒന്ന് വീണു. അപ്പോൾ അയാൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അനുഭവമാണ്. ഇത്രയും നാൾ അയാളിങ്ങനെ പോയപ്പോൾ ഫൈറ്റിങ്ങും അടിയും ഒക്കെ നടന്ന്, എടാ നീ രാമനെ പറ്റി അങ്ങനെ പറയോടാന്ന് പറഞ്ഞിട്ടാണ് അടി ഇടിയും ഒക്കെ ആയിട്ടാണ് വന്നത്. ധർമ്മവും സമാധാനം നിലനിർത്താനാണ് ഇവരൊക്കെ വന്നത്. പക്ഷെ അതിൻ്റെ പേരിൽ അടിയാണ് ഇവിടെ നടക്കുന്നത്. നീ രാമനെ നീ എന്താ വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്, നിന്ദിച്ചാൽ നിന്നെ കൊന്നുകളയുന്നു, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം ഇതൊന്നും അല്ലല്ലോ ഇയാളിൽ നിന്ന് കിട്ടിയത്. നിരീശ്വരവാദി എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ വളരെ സ്നേഹപ്രകടനമാണ് കാണിച്ചത്. അപ്പോൾ ഇയാൾക്ക് ചിലപ്പോൾ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരിക്കൽ കൂടി അങ്ങ് പറയാണ്, ഞാൻ നിരീശ്വരവാദിയാണെന്ന്. അപ്പോൾ പറഞ്ഞ് ഈശ്വര എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ കഴുത്തിൽ നിന്ന് ഒരു മാല ഊരി അയാളുടെ തോളിലിട്ടിട്ട് ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് മറ്റേ അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ ഇയാളാകെ അങ്ങ് വട്ടായി. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അപ്പോൾ ഈ ഒരു കോൺവെർസേഷനും ഇതെല്ലാം വേറൊരാൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പം ഈ ഭക്തൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചത്? അയാൾ നിരീശ്വരവാദി എന്ന് പറയുന്നു, നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുന്നു. അയാൾ വീണ്ടും പറയുന്നു ഞാൻ നിരീശ്വരവാദി എന്ന് പറയുന്നു. അപ്പം നിങ്ങൾ കുറേ കൂടി അയാളെ റെസ്പെക്റ്റ് ചെയ്യുന്നു,
നിങ്ങളുടെ ഓർണമെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ പറഞ്ഞ് അയാൾ എന്ത് വലിയ സത്യങ്ങളാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് സത്യമാവുന്നത്? അപ്പം ഇദ്ദേഹം പറയാണ്, ഞാൻ ആരാണെന്നോ എന്തോ ആണെന്നോ ഒന്നും ആ വന്ന വ്യക്തിക്ക് അറിയില്ലല്ലോ. അപ്പോൾ എന്നെ കണ്ട ഉടൻ അയാൾ പറഞ്ഞു നിരീശ്വരവാദി എന്ന് പറഞ്ഞു. അതായത് നീ ഈശ്വരവാദി, നിരീശ്വരവാദി അല്ലേ? നിരീശ്വരവാദി, നീ ഈശ്വരവാദി. അപ്പം നിരീശ്വരവാദിയല്ലേ? തിരിച്ച് നോക്ക്. നിരീശ്വരവാദി എന്നുള്ള വാക്ക്, നീ എന്നുള്ള വാക്ക് മാറ്റിയാൽ പിന്നെ എന്താണുള്ളത്? ഈശ്വരവാദി. അപ്പോൾ വന്നവൻ പറഞ്ഞത് എന്താണ്? നീ ഈശ്വരവാദി എന്നാണ്. അപ്പോൾ സന്തോഷമായി. ഭഗവാനെ ഇഷ്ടപ്പെടുന്ന എന്നെ നോക്കി നീ ഈശ്വരവാദി എന്ന് പറഞ്ഞപ്പോഴേ എന്നെ അവൻ അക്സെപ്റ്റ് ചെയ്തല്ലോ. ആ സന്തോഷമാണ് അവൻ അങ്ങ് ഹഗ് ചെയ്ത് പ്രകടിപ്പിച്ചത്. മറ്റൊരു മനസ്സിലായില്ല. അപ്പം മറ്റേത് രണ്ടാമതെന്താ പറഞ്ഞത്? ഞാൻ ഈശ്വരവാദി എന്ന് പറഞ്ഞു. അതായത് ഞാൻ പ്ലസ് നീ പ്ലസ് നമ്മൾ രണ്ടൊരു ഈശ്വരവാദി. അപ്പോൾ പിന്നെ സന്തോഷമായി, ഒരു സഹസാധകരെ കിട്ടിയല്ലോ. അതാണ് ഹഗ് ചെയ്തിട്ട് സ്വർണം എന്ന് വെച്ചാൽ ആ ഒരു സ്നേഹം പ്രകടിപ്പിച്ചിട്ട് പോയി അല്ലേ? ആലോചിച്ചു. ഇദ്ദേഹത്തിന് അങ്ങനെ ചിന്തിക്കാൻ പറ്റിയത് എന്തുകൊണ്ട്? കാര്യം ഇയാൾ ആ ഫാക്റ്റിലോട്ട് സഞ്ചരിക്കുന്ന ആളാണ്. ആ ഫാക്റ്റിലോട്ട് സഞ്ചരിക്കുന്നവന് നെഗറ്റീവൊന്നുമില്ല. അപ്പോൾ എന്തും ആ വ്യൂ പോയിന്റിലേക്ക്, ആ റിയൽ ഐയുടെ സെൻസിൽ അവന് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവൻ എന്തും പോസിറ്റീവായിരിക്കും അവനുണ്ടാകുന്നത്. പോസിറ്റീവ് മാത്രമേ വരുള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഈ വന്നാണ് അങ്ങ് ആസായി പോവും. സുഭദ്രമ്മയുടെ അവിടെ സംഭവിച്ചതല്ല. ഈ സുഭദ്രമ്മ വളരെ ഫ്രാങ്ക് ആണല്ലോ, ഓപ്പൺ ആണല്ലോ. അപ്പം ഉള്ളതുപോലെ പറയുന്ന ഒരു പ്രകൃതമാണ്. അപ്പോൾ ഈ സുഭദ്രമ്മ ഈ ചൊറിയാൻ വേണ്ടി ആൾക്കാർ വരും, റിയാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സുഭദ്രമ്മയ്ക്ക് ഒരു കുഴപ്പം പറ്റി. ചൈൽഡ് സ്പീക്ക് ഇൻ വേർഡ്സ് എന്നുള്ള അവസ്ഥയാണ്. കുട്ടികൾ വാക്കുകൾ കൂടി പ്രകടിപ്പിക്കുമെന്ന് പറയുന്ന പോലെ ഈ ഉള്ളതങ്ങ് തുറന്ന് പറയുന്നു. ആ സുഭദ്രമ്മ എടുത്തെന്ന് പറഞ്ഞു, എന്നാലും നിൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയില്ല, എങ്ങനെയൊക്കെ കഴിഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോൾ പണ്ടൊക്കെ ഈ സാധനമൊക്കെ വരുമ്പോൾ സുഭദ്രമ്മ എന്ത് പറ്റും, എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ട് വിഷമത്തോടെ അതാണ് അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം, ഇപ്പം ഇങ്ങനത്തെ അവസ്ഥയായി പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദുഃഖം പ്രകടിപ്പിക്കുമായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം സുഭദ്രമ്മ വേറെ രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്തത്. അതായത് ഈ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന തലേ ദിവസം നമ്മൾ എന്തോ ഒരു ടോപ്പിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നപ്പോൾ സാധകരെപ്പോഴും നമ്മളൊരു പോസിറ്റീവ് തോട്ട് ഉണ്ടായിരിക്കണം, നമ്മളെപ്പോഴും ഈശ്വര സങ്കല്പങ്ങളെ പറയാനും പ്രചരിപ്പിക്കേണ്ട ആൾക്കാരാണ്. നമ്മൾ ആ രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾക്കും ചേഞ്ച് ഉണ്ടാകുന്നത്, മറ്റുള്ളവർക്കും ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു തിയറി തലയിൽ ഇരുന്നിട്ടുണ്ടാവണം. അപ്പോൾ സുഭദ്രമ്മയുടെ അടുത്ത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൾ പറഞ്ഞപ്പോൾ സുഭദ്രമ്മ എന്ത് പറഞ്ഞെന്നറിയാമോ? എന്ത് ഗതികേട്, എന്തോന്ന് ഗതികേട്. ഇപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ സുഖം ആസ്വദിക്കുന്നത്, ഏറ്റവും കൂടുതൽ സന്തോഷം ആസ്വദിക്കുന്നത് ഇപ്പോഴാണ് എന്ന്. അപ്പോൾ ഞാൻ ചൊറിയാൻ വന്ന ആളിന് ഇവിടെ കടിയില്ലല്ലോ, അതുകൊണ്ട് ചൊറിച്ചിലില്ല, അതുകൊണ്ട് പിന്നെ ചീറ്റിപ്പോയി, അത് എഫക്റ്റ് ആവുന്നില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു? സുഭദ്രമ്മ പറഞ്ഞു നീങ്ങ് വാ എന്ന് പറഞ്ഞു. അപ്പോൾ പേടിച്ചോയി, അടിക്കാൻ വല്ലതും കൊണ്ടുപോകുന്നതാന്ന് പറഞ്ഞു. അപ്പോൾ ഈ അവർ ബാക്കിൽ നിന്ന് വരെയാണ്, ഒരടി മാറി നിന്ന് പിന്നെ ബാക്കിൽ പോവുകയാണ്. എന്നിട്ട് ആ സുഭദ്രമ്മയുടെ അടുത്ത് പ്രെയർ ഹോളുണ്ടല്ലോ, കയറുന്നവിടെ, നീ ഇതെല്ലാം കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നോക്കിയപ്പോഴവിടെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്, വിഗ്രഹങ്ങളുണ്ട്, ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ വന്നാൾ ഇതൊന്നും അല്ലല്ലോ പ്രതീക്ഷിക്കുന്നത്.
അപ്പോൾ വന്നാൾ പെട്ടെന്ന് ഇങ്ങനെ കയറാൻ പറ്റാതെ ഇങ്ങനെ സ്റ്റക്കായി നിന്നു. അപ്പം നീ കയറി വാ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അല്ല ഞാൻ കുളിച്ചില്ല, എൻ്റെ കാലഴുക്ക. അപ്പോൾ ഇവിടെ സൂത്രന്മാർ റിയൽ ഫാക്റ്റ് പറഞ്ഞു, അത് കയറാൻ മനസ്സ് നന്നായിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അവസാനം അവരങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. അത് ഞാൻ പിന്നീട് വരാം. അപ്പം അല്ലല്ല നമുക്ക് പറയാം, ഇതിനെ പറ്റി പറയാം. നീ ഇതിനു മുമ്പേ വന്ന സമയം ഇതുവല്ലോ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു. ഇല്ലല്ലോ. എന്നാൽ ഇപ്പോഴെങ്ങനെ ഉണ്ട്? അവസാനം അവർ ചോദിച്ചു, അല്ല എനിക്കും കുറേയൊക്കെ പ്രശ്നങ്ങളുണ്ട് കേട്ടാ, അപ്പോൾ എനിക്കൊന്ന് മാറണമെന്നുണ്ട്, ഇത് എന്താ ശരിക്കും ചെയ്യേണ്ടത് എന്ന് സുധീരമേട് ചോദിക്കുകയാണ്. അപ്പം ഇത് ഒരു നമ്മൾ ചിന്തിച്ച വേറൊരു വലിയൊരു മെസ്സേജ് ഉണ്ട്. അതായത് നിരീശ്വരവാദി എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞതുപോലെ സ്വാർത്ഥതയിൽ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെപ്പറ്റി പറഞ്ഞ് വീണ്ടും വീണ്ടും നമ്മളെ താഴോട്ട് കൊണ്ടുപോകാനും കുത്തി വേദനിപ്പിക്കുവാനും പല സ്റ്റേറ്റ്മെൻറ്റുകളുണ്ടാവാം. ഇവിടെ സുധരമ സംസാരിച്ച നിസ്വാർത്ഥതയുടെ വ്യൂ പോയിന്റിൽ നിന്ന് സംസാരിച്ചപ്പോൾ ആ സ്വാർത്ഥതയുടെ വ്യൂ പോയിന്റിൽ വന്നവന് കൂടുതലൊന്നും സംസാരിക്കാനില്ല. പിന്നെ കൂടുതലൊന്നും അസോസിയേറ്റ് ചെയ്തോടെ ആ വേറെ ഈ നിസ്വാർത്ഥതയുടെ ടോപ്പിക് അറിയില്ലല്ലോ അവർക്ക്. അപ്പോൾ വിഷം കുത്തിവയ്ക്കാൻ വന്ന ആൾ ആ വിഷവും കൊണ്ട് തിരിച്ചു പോയിട്ട് വന്നു. അപ്പം സുധരമ സേഫുമാണ്. അപ്പം ഈ സ്പിരിച്വാലിറ്റിയിൽ പലരും പറയുമല്ലോ, ഭൗതികതയിലുള്ള അതിജീവനം എങ്ങനെയെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. സ്വാർത്ഥതയുടെ കണ്ടന്റുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ വന്ന ആളെ പിടിച്ചിരുത്തി വീണ്ടും അതിനെപ്പറ്റി സംസാരിച്ചിട്ട് സമയം വേസ്റ്റ് ചെയ്ത് വേറെ അവസ്ഥയിൽ മനസ്സിനെ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അനുസരിച്ച് കർമ്മം ചെയ്ത് വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ഇതിന് വേറൊരു ആംഗിളാണ് അതിനെ കൈകാര്യം ചെയ്തപ്പോഴോ ഇഞ്ചക്ട് ചെയ്യാൻ വന്നവർക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. കാര്യം അവർ ഇതിന് എത്രയോ അകലെയാണ്, അവർ ഓടിപ്പോകേണ്ടി വരുന്നു. ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണ്. അങ്ങനെ വീണ്ടും വേറെ ടോക്കിൽ വന്നതിൽ നമ്മുടെ ശരത് പോറ്റി പറഞ്ഞു, സാധന ചെയ്തു തുടങ്ങിയപ്പോൾ റൂമിലിരുന്ന് ടി വി മാറി കൃഷ്ണൻ വന്നു. പണ്ട് ടി വി കണ്ടാണ് ഞാൻ ആനന്ദം കണ്ടുകൊണ്ടിരുന്നത്, ഇപ്പം കൃഷ്ണനെ കാണുമ്പോൾ എനിക്ക് ആനന്ദം വരുന്നു. ആ ഒരു വ്യൂ ചേഞ്ച് ചെയ്ത് വരുന്നതാണ്. സ്ഥൂലതയുടെ ദുഃഖം സ്ഥൂലത കൊണ്ട് മാറും? ഒരിക്കലുമില്ല. സ്ഥൂലതയുടെ ദുഃഖം ഒരിക്കലും സ്ഥൂലത കൊണ്ട് മാറില്ല എന്ന് അവൻ്റെ ജീവിതം പഠിപ്പിച്ചാലും അവൻ സ്ഥൂലതയുടെ ദുഃഖം സ്ഥൂലത കൊണ്ട് എന്നെങ്കിലും മാറുമോ എന്നുള്ളതിലാണ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥൂലതയുടെ ദുഃഖം സൂക്ഷ്മം കൊണ്ടേ മാറും. സ്ഥൂലതയുടെ ദുഃഖം സൂക്ഷ്മം കൊണ്ട് മാറും എന്ന് പറയുമ്പോൾ എങ്ങനെ സൂക്ഷ്മമാകാം എന്നുള്ളത് അടുത്ത ഒരിതല്ലേ. എങ്ങനെ സൂക്ഷ്മമാകാം? അതേ സെയിമത്തെ തന്നെ പോറ്റി സംസാരിച്ചപ്പോഴെല്ലാം ഉണ്ടായിരുന്നു. അതായത് ബന്ധനങ്ങളിൽ നിന്ന് അകന്നപ്പോൾ, ഇവിടെ ബന്ധനമെന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിൻ്റെ ആ ഒരു ബന്ധനാവസ്ഥയിൽ നിന്ന് അകന്നപ്പോൾ അല്ലെങ്കിൽ അകലാൻ ശ്രമിച്ചപ്പോൾ ഞാൻ എൻ്റെ ബന്ധുക്കൾ അടുക്കലെത്തിയത്. അപ്പോൾ ആ ബന്ധുക്കൾ ആരായിരിക്കും? ബന്ധനങ്ങളിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നവർ തന്നെയായിരിക്കും. അങ്ങനെ ആ ബന്ധനങ്ങളിൽ ആ ഐ എന്നുള്ള മാസ്ക് ധരിച്ച ആ ബന്ധനത്തിൽ നിന്ന് അകലാൻ ശ്രമിച്ചപ്പോൾ യഥാർത്ഥ ബന്ധുക്കൾ, സത്സംഗം എന്നൊക്കെ പറയുന്നത് അതിനെയാണ്, ആ ഒരു അർത്ഥത്തിലാണ് സജ്ജനങ്ങളായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായി. ആ ബന്ധം ശരിക്കും എന്താ ഗുണം ചെയ്യും?
അത് തന്നെയായിരിക്കാം ആ ടി വിയുടെ ഒരു ചേഞ്ച് ഫാക്ടർ അവിടെ നിന്ന് വന്നത്. മനസ്സിലായില്ലേ? കണ്ണൻ പറഞ്ഞു, ഞാൻ അന്വേഷിച്ചത് റിയൽ സ്നേഹത്തെയാണെന്ന്. അപ്പം എല്ലാവർക്കും അന്വേഷണം ഉണ്ട്. താൻ ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നുള്ള അന്വേഷണ ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും സ്നേഹത്തെ തേടിപ്പോവും. ഈ 6ാം ക്ലാസ് 7ാം ക്ലാസ്സൊക്കെ കഴിയുമ്പം ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടൊക്കെ വരാൻ കാര്യം എന്തുകൊണ്ടാണ്? സ്നേഹത്തെ തേടുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അല്ലേ? എന്നാലോചിച്ചേ, ഇതിൽ വേറൊരു വലിയൊരു വിരോധാഭാസമുണ്ട്. വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, താൻ സ്നേഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പുറത്തു നിന്നുള്ളൊരു സ്നേഹം ഇങ്ങോട്ട് എനിക്ക് അനിവാര്യമാണ്, ആവശ്യമാണ് എന്നുള്ള അർത്ഥമല്ലേ? അതായത് ആ സ്നേഹത്തിൻ്റെ ഷോർട്ടേജ് എനിക്കുണ്ട്, അത് നിമത്താൻ ആരുണ്ട് എന്നാണ് അവൻ സെർച്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടിലോട്ട് പോകുന്നത്. യവനിലില്ലാത്ത ഒന്നാണ് യവൻ വേറെ ഒന്നിലോട്ട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്, സെർച്ച് ചെയ്യുന്നത്. പക്ഷെ അവ ഒരു നിമിഷം ചിന്തിച്ചെങ്കിലോ എൻ്റെ അവസ്ഥ തന്നെ എല്ലാവർക്കും ഒന്ന്, എൻ്റെ അവസ്ഥ തന്നെ എല്ലാവർക്കും ഒന്ന്. അപ്പം ഒരു ഗേൾ ഫ്രണ്ട് ഒരു ബോയ് ഫ്രണ്ടിനെ തപ്പി കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം പറയുന്നതാണ്, ഞാൻ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്, അങ്ങനെയാണ് നിന്നെ കണ്ടത്. അപ്പോൾ ബോയ് ഫ്രണ്ട് എന്ന് പറയും, ഞാനും സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിച്ചതാണ്, അപ്പോഴാണ് നിന്നെ കണ്ടത് എന്ന് പറയും. അതിൻ്റെ അർത്ഥം രണ്ടും ദരിദ്രരാണ്. ഈ 2 ദരിദ്രർ ഒന്നിച്ചേർന്ന് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ആലോചിച്ച് നോക്കി. ഒന്നും സംഭവിക്കൂല. ആ ദരിദ്രർ ഒന്നിച്ചേർന്ന വലിയൊരു ദാരിദ്ര്യത്തിലോ. മറ്റത് ഈ പിച്ചച്ചട്ടിയിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു, ഒരു തവി ചോറിലാണ് അവൻ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇതും കൂടി വന്നു കഴിഞ്ഞാൽ അതിനെ വീണ്ടും പങ്കുവയ്ക്കേണ്ടി വരും, കൊടും ദാരിദ്ര്യാവസ്ഥയിലോട്ട്. അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിച്ചപ്പോഴാണ്. ആധ്യാത്മികതയിൽ പറയുന്നത് നാം ആനന്ദ സ്വരൂപനാണെന്നാണ്. ആനന്ദത്തിനൊരു രൂപം ഉണ്ടെങ്കിൽ അത് അവനവനും തന്നെന്നാണ്. അപ്പം നിന്നിൽ ഇങ്ങനെ ആനന്ദം നിറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നാളെ പിന്നെ നോട്ടീസ് അടിച്ചിറക്കരുത്, എന്നിൽ ആനന്ദം നിറഞ്ഞിരിക്കുകയാണ്, 20 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് സമീപിക്കാം എന്നൊന്നും പറഞ്ഞു കളയല്ലേ. ഈ ആനന്ദ സ്വരൂപം വരുന്നവനും ഉണ്ടല്ലോ, പിന്നെ അവൻ എന്തിനും ഇവിടെ വരണം? അവിടെ ഷെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആർക്കും. അവ ഈ ആനന്ദ സ്വരൂപാവസ്ഥയെ അവൻ തിരിച്ചറിയുക എന്നുള്ളത് മാത്രമേ. അപ്പം ഞാൻ സ്നേഹത്തെ, റിയൽ സ്നേഹത്തെ തേടുകയാണെന്നുള്ളത്. ആ തേടൽ ഒരിക്കലും പുറത്തോട്ട് പോകാതിരുന്നാൽ മതി, നമ്മുടെ ഉള്ളിലോട്ടാണ് തേടേണ്ടത്. അപ്പോൾ ആ റിയൽ സ്നേഹം എത്രമാത്രം ഉണ്ടെന്നുള്ളത് തിരിച്ചറിയും. ആനന്ദ സ്വരൂപാവസ്ഥ ഒക്കെ തിരിച്ചറിയും. അപ്പം എന്നിൽ ആനന്ദം മാത്രമല്ല, ചിത്തുമുണ്ട്. അതായത് എന്നിൽ ബോധവും ഉണ്ടെന്നുള്ളത് വരും. ആനന്ദവും എന്നിലുണ്ട്, എന്നിൽ ബോധവും ഉണ്ട് എന്നുള്ളത് വരും. എന്തിനെ പറ്റിയുള്ള ബോധമാണ് വരുന്നത്? ഞാൻ സർവദാ നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ബോധം. അതല്ലേ സച്ചിത്താനന്ദം എന്ന് പറയുന്ന ഒരവസ്ഥ. നാം സച്ചിത്താനന്ദൻ, സച്ചിദാനന്ദ എന്ന് നമ്മൾ വിളിക്കും ഈശ്വരനെ. ഈ 3 അവസ്ഥയാണ് നമ്മൾ വിളിക്കുന്നത്. ഈ 3 അവസ്ഥ തന്നെയാണ് നാമം. പക്ഷെ അത് സാധന കൊണ്ട് എന്നിലുള്ള ആനന്ദം എന്ത്, പൂർണ്ണാനന്ദം എന്ത്, എന്നിലുള്ള പൂർണ്ണബോധം എന്ത്, ഞാൻ ഒരിക്കലും നശിക്കാത്തവനാണെന്ന് പറയാൻ കാരണമെന്നുള്ള ആ ചോദ്യത്തിൻ്റെ ഉത്തരം യവൻ്റെ സാധന ലൈഫിൽ
എന്ന് കിട്ടിയാൽ സച്ചിദാനന്ദനായി. ആനന്ദം. സത്ത് നശിക്കാത്തത്, എന്നും സത്യമായിട്ടുള്ളത്, അതിന് മരണമില്ല. കാര്യം അത് ജനിച്ചിട്ടുമില്ല. ജനിച്ചാലേ മരിക്കേണ്ടി വരുള്ളൂ. ചിത് ബോധം, പൂർണ്ണബോധം എന്നുള്ള അർത്ഥത്തിൽ എടുക്കുന്നത് നിലനിൽക്കുന്നത് അറിവാണ് താൻ എന്നുള്ള രീതി. ഇതവന് ആനന്ദം പ്രദാനം ചെയ്യും. ഞാൻ എന്നും നിലനിൽക്കുന്നവനും ഞാൻ പൂർണ്ണ ബോധം എന്ന് പറയുമ്പോൾ ആനന്ദമല്ലേ ഉള്ളൂ. ഞാൻ മരിച്ചു പോകുന്നത് ചിന്തിക്കുമ്പോഴാണ് നേരെ ഇൻഷുറൻസിലോട്ട് പോകുന്നത്. ഇൻഷുറൻസ് എവിടെ പോയി എടുക്കാമെന്ന് ചിന്തിക്കുന്നത് അപ്പോഴാണ്. അതും പലപ്പോഴും നമ്മൾ ചിന്തിക്കണം. ഇൻഷുറൻസ് ഏജൻറ്റുകാർ എന്നും വന്ന് വിളിക്കും, ഒരു പോളിസി എടുക്കാമോ? വേണ്ട. ഒരു പോളിസി എടുക്കാമോ? വേണ്ട. അപ്പോഴാണ് ഈ തൊണ്ടയിൽ ഇവിടെ ഈ ഭാഗത്തായിട്ട് വരും. ഭാർഗവ ടീച്ചർ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ എന്തോ കുരുകുരുവാന്നിരിക്കുന്നു. അപ്പോൾ ദൈവമേ അവരുടെ ക്യാൻസർ ഒന്നും തന്നെയാണ്. അപ്പോൾ നേരെ പോയി പോളിസിയുടെ എടുക്കുന്നത്. അവൻ്റെ അടുത്ത് രാവിലെ അവനെ വിളിച്ചുണർത്തും, എനിക്കൊരു പോളിസി വേണമെന്ന് പറഞ്ഞു. മരണത്തെ പറ്റി ബോധവാനാകുമ്പോൾ അവന് പോളിസിയെ പറ്റിയിട്ട് ബോധം കൂടും. ജോക്കായിട്ട് പറയുന്നത്. അപ്പോൾ എന്താണ്, പോണ പോക്കിന് വല്ലൊരു ഗുണം കിട്ടട്ടെ, പോളിസി എടുത്ത ഗുണം കിട്ടട്ടെ എന്നുള്ള അർത്ഥം നമ്മൾ അങ്ങനെ ചിന്തിക്കും. കാര്യം എന്താണ്, നമ്മൾ നിലനിൽപ്പിന് ഇല്ല എന്ന് വരുമ്പോഴാണ് നമ്മൾ കുറച്ച് റിയലിസ്റ്റിക് ആവുന്നു എന്ന് പറയുന്ന അവസ്ഥ. എന്നാൽ നമ്മൾ മരിക്കുകയില്ല എന്നുള്ളൊരവസ്ഥ നമ്മൾ എത്തിയാൽ പോളിസി എടുക്കുമായിരിക്കും. ആലോചിച്ചു, എനിക്ക് മരണമില്ല, ആരെങ്കിലും പോളിസി എടുക്കുമോ? എനിക്ക് ഡാമേജ് സംഭവിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ആര് പോളിസി എടുക്കും? അതാണ് സത്ത്. ഞാൻ അറിവാകുന്നു. അപ്പോൾ അതിനെപ്പറ്റി പൂർണ്ണ ബോധവന് വരെയാണ്. ഇതൊക്കെ വരുമ്പോൾ ഇത് രണ്ടും വന്ന പിന്നെ ആനന്ദമല്ലേ ഉള്ളൂ, ടെൻഷനുണ്ടോ? അപ്പം ഒരു പൂർണ്ണ ഞാൻ ഇത് ലയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് ഉദ്ദേശിക്കുന്നത്. സച്ചിത് ആനന്ദ് എന്ന് പറയുന്ന ഒരവസ്ഥ. ഓട്ടിച്ച് പറയാണ്. എന്നിട്ട് ജ്ഞാനദാസ് ഒരു സ്റ്റോറി സൂചിപ്പിച്ചു. നല്ലൊരു സ്റ്റോറിയാണത്. ഒരു സെൻ ആശ്രമത്തിൽ ഒരു മാസ്റ്റർ ഉണ്ടായിരുന്നു. ആ മാസ്റ്റർ കുറേ ഡിസൈപ്പിൾ ഉണ്ടായിരുന്നു. ആ ഡിസൈപ്പിൾസിന് അവർക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ ഏകാന്തതമായിട്ടുള്ള സമയത്ത്, അദ്ദേഹത്തിന് അങ്ങനെ ഒറ്റയ്ക്കിരിക്കണമെന്ന് ചിന്തിക്കുന്ന ആ സമയത്ത് ഇദ്ദേഹം മുറിയിൽ പോയിട്ട് ഒരു രഹസ്യ പുസ്തകം തുറന്ന് മംഗളവും മനോരമയോ ഒന്നുമല്ല. പക്ഷെ അത് എന്ത് പുസ്തകമാണെന്ന് ഈ ഡിസൈപ്പിൾസ് ഒന്നും അറിയില്ല. ഇദ്ദേഹം ഇത് ഒരു ചെറിയ വെട്ടത്ത് ഈ പുസ്തകം ഇങ്ങനെ തുറന്ന് വായിക്കും. വായിച്ചിട്ട് ആ പുസ്തകം അടച്ച് ഭദ്രമായിട്ടൊരു പെട്ടിയിൽ വെച്ച് ഒളിപ്പിച്ച് വെച്ചേക്കും. അപ്പോൾ ഇത് ഏത് പുസ്തകം, എന്ത് പുസ്തകം എന്നറിയാൻ ശിഷ്യന്മാർക്ക് ഭയങ്കരമായിട്ടും ഓരോ ആൾക്കാർ ഗസ് ചെയ്യാണ്. ഇതെവിടെ നിന്ന് കിട്ടിയതായിരിക്കും, എങ്ങനെയായിരിക്കും, ഏതായിരിക്കും. കുറേ ശിഷ്യന്മാർ ഗസ് ചെയ്യാണ്. നമുക്ക് പറഞ്ഞു തരാത്ത അറിവുകൾ എന്തെങ്കിലും അതിലുണ്ടാകും. അപ്പോൾ അത് നമുക്ക് പറഞ്ഞു തരാതെ അദ്ദേഹം മാത്രം വായിച്ച് അദ്ദേഹം ഇങ്ങനെ ഓരോ തിരിച്ചറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ അതൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം വായിച്ചാൽ പിന്നെ അദ്ദേഹത്തിന് വേറെ ഒന്നും പറയാനൊന്നുമില്ലെങ്കിലും നമ്മളൊക്കെ കഴിഞ്ഞ് പോയെന്ത് ചെയ്യും? അതുകൊണ്ട് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം ചില സീക്രട്ട് അറിവുകൾ. അങ്ങനെ അതിനുമായിരിക്കാം. ഇങ്ങനെ ചിന്തിച്ചാൽ പലരും പല നിഗമനത്തിലെത്തുകയാണ്. അപ്പോൾ ചില ആൾക്കാരെ ഒളിച്ചിരുന്ന് ആ ബുക്ക് നോക്കാൻ തുടങ്ങി. പക്ഷേ ഇതെന്താണ് ആ പുസ്തകം എന്നുള്ളത് ആർക്കും പിടികിട്ടിയില്ല. അങ്ങനെ ആ സെൻ ഗുരുവിൻ്റെ സമാധിക്ക് ശേഷം ഇവർക്ക്
ആദ്യം അറിയേണ്ടത് ആ പുസ്തകം എന്താണ്. ആ ക്യൂരിയോസിറ്റി ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ആ പുസ്തകത്തെ എടുക്കും. പുസ്തകത്തെ എടുത്തിട്ട് അവർ തുറന്നു നോക്കിയപ്പോൾ വലിയൊരു പുസ്തകമാണ്, പക്ഷെ എല്ലാം ബ്ലാങ്ക് പേപ്പറാണ്. അതിലൊന്നും എഴുതി വെച്ചിട്ടില്ല, ഒന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് ഭയങ്കര അതിശയം തോന്നി. ഈ ബ്ലാങ്കായിട്ട് കിടക്കുന്ന ആ വലിയ പുസ്തകം ഇയാൾ എന്തിനാണ് എല്ലാ ദിവസവും തുറന്ന് വളരെ സന്തോഷത്തോടെ ഇതിങ്ങനെ നോക്കി കാണേണ്ട ആവശ്യം എന്തോന്നാണ്? അതിത് ഒരിക്കൽ നോക്കിയപ്പോൾ ഒന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇത് വീണ്ടും വീണ്ടും നോക്കേണ്ട ആവശ്യം? അത് ഈ ദിവസം പാരായണം ചെയ്യുന്നത് പോലെ, രാമായണം പാരായണം ചെയ്യുന്നത് പോലെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിലൊരു മുതിർന്ന ഒരു ശിഷ്യൻ പറയും, അതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, ഇവിടെ സൃഷ്ടിയെ നടന്നിട്ടില്ല. അതായത് റിയൽ ഫാക്റ്റിൽ നിന്ന് അന്യമായിട്ട് ഒരു വസ്തു പോലും ഈ ലോകത്തില്ല എന്നാണ് ഈ ബ്ലാങ്കായിട്ട് കിടക്കുന്ന. അതിൽ വേറെ ഒരു കുത്ത കോമ ഉണ്ടെങ്കിലല്ലേ സൃഷ്ടി ഉണ്ടെന്നുള്ള അർത്ഥമുള്ളൂ. അതിൽ വരയും കുത്തും ഉണ്ടെങ്കിൽ ഇതൊന്നുമില്ല. അത് ഇവിടെ ഒന്നും ആ ഫാക്റ്റിൽ യഥാർത്ഥ സത്യത്തിന് അന്യമായി വേറൊന്നുമില്ല എന്നുള്ള അത് കണ്ടാണ് അയാൾ വീണ്ടും വീണ്ടും ആനന്ദം കിട്ടിക്കൊണ്ടിരുന്നത്. അയാൾ നോക്കുന്തോറും സത്യത്തിൽ നിന്ന് അന്യമായി ലോകത്തൊന്നുമില്ല. അതാണ് ഇതിൽ നിന്ന് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത് ഓരോ പ്രാവശ്യം നോക്കുമ്പോഴും. അദ്ദേഹത്തിന് അത് അല്ലാതെ അനുഭവപ്പെടുന്നുണ്ട്, പക്ഷെ ഇത് അദ്ദേഹത്തിനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു വേറെ ആസ്പെക്റ്റിലൊരു സുഖം കിട്ടുന്നുണ്ടാകും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് ആ ഒരു കാഴ്ചപ്പാട്. ഇപ്പം സത്യത്തിൽ നിന്ന് അന്യമായി ഒന്നുമില്ല എന്നുള്ളൊരു ബോധമാണ് ആ സെൻ ഗുരുവിലിങ്ങനെ നിന്നത്. പക്ഷെ അതിനെ മനസ്സിലാക്കാത്തവർ എന്തെല്ലാം ഇൻ്റർപ്രിട്ടേഷനിലോട്ട് പോയി ഒന്ന് ആലോചിച്ച് നോക്ക്. അതിൻ്റെ അർത്ഥം ആ സത്യത്തെ പറ്റിയുള്ള ബോധം ഇവർക്കില്ലാത്തതുകൊണ്ടല്ലേ, ആ അറിവ് ഇവർക്കില്ലാത്തതുകൊണ്ടല്ലേ. ആലോചിച്ച് നോക്ക്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ രണ്ട് വാക്ക് പ്രധാനമായി ഒന്ന് ചിന്തിക്കണം. എന്താണ് സമ എന്നും എന്താണ് അന്യ എന്നുള്ള വാക്ക്. അപ്പോൾ ഇത് മുന്നോട്ടുള്ള യാത്രയിൽ അത് ഗുണം ചെയ്യും നമ്മുടെ സ്പിരിച്വൽ ഈ രണ്ട് വാക്ക്. സമ എന്നുള്ള വാക്കും അന്യ എന്നുള്ളൊരു വാക്കും. ഓർക്കാൻ എളുപ്പത്തിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. സമം ഈക്വൽ എന്നുള്ളത്. അന്യൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിഫറെൻ്റ് എന്നോ അല്ലെ എന്നിൽ നിന്ന് വേറൊന്ന് എന്നുള്ള ഇത് അങ്ങനെ ഓർത്താൽ മതി എളുപ്പത്തിന്. സമ എന്നോ അന്യൻ എന്നുള്ളത്. ഈ രണ്ട് പിരിവ് എവിടെ നിന്ന് വന്നതെന്ന് വെച്ചാൽ അറിവ് എന്നുള്ള ഇതിൽ നിന്നാണ് രണ്ട് പിരിവ് വന്നത്. അറിവിനെ സമ എന്നും അന്യൻ എന്നുള്ള രണ്ട് തരം തിരിവുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ നമ്മൾ കേട്ടിട്ടുണ്ട് തത്വമസി, അത് ഞാനാകുന്നു. ഇതറിഞ്ഞിട്ടും നമ്മൾ അറിഞ്ഞിട്ടില്ല. അത് ഞാനാകുന്നു, ആ ഈശ്വരൻ ഞാൻ തന്നെയാകുന്നു എന്നുള്ള അറിവ് നമ്മൾ തത്വമസിക്ക് ഇതാണ് എൻ്റെ അർത്ഥം എന്നുള്ളത് നമ്മൾ വലിയ വലിയ അർത്ഥതലത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. അറിഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത അവസ്ഥയല്ലേ. വീണ്ടും നമ്മൾ പഴയ പടി തന്നെയാണ്. നമുക്കൊരു അത് ഞാനാകുന്നു എന്നുള്ള വലിയ അറിവ് ഇട്ടിട്ട് എന്തുകൊണ്ട് നമുക്കൊരു മാറ്റം വരുന്നില്ല? അപ്പം അറിവിൽ എന്തോ ഒരു നമ്മളിലോട്ട് പ്രവേശിക്കാൻ പറ്റാത്ത എന്തോ ഒരു ബ്ലോക്കിംഗ് ഫാക്ടർ ഉണ്ടെന്നാണ് അർത്ഥം. അത് നമ്മളിപ്പോൾ മൈൻഡ് തോട്ട് എന്നൊക്കെ പറയാം, തൽക്കാലം അത് ചിന്തിക്കേണ്ട. നമ്മളത് പറയുന്നത് അറിവ് രണ്ടാമെന്ന് പറഞ്ഞു, സമയം അന്യെന്ന് വെച്ച് പറഞ്ഞു. വസ്തുവിൽ
അദ്വൈതം കാട്ടിത്തരാൻ ഏതറിവാണോ ഉള്ളത്, അദ്വൈതം നമ്മൾ കാട്ടിത്തരാൻ നമ്മളെ സഹായിക്കുന്ന അറിവാണ് സമ. അപ്പം തത്വമസിയിലെ ആ അർത്ഥം നമ്മളോട് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിൽ സമ എന്ന് പറയുന്ന ആ അറിവ് ഡെവലപ്പ് ചെയ്തില്ല എന്നാണ് അർത്ഥം. അതിനെ സമയം എന്ന് പറയും. എന്നാൽ വസ്തുവിനെ പലതായിട്ട് കാണിക്കുകയാണ്, അതാണ് അന്യ. അപ്പൊ നമ്മളിരിക്കുന്ന അറിവ് അന്യ എന്ന് പറഞ്ഞ അവസ്ഥയിലിരിക്കുന്നു എന്നാണ് അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ അന്യ സമമായി മാറണം. ഇതിനെ പല പേരിൽ പറയപ്പെടുന്നുണ്ട്. ചിലതിൽ പര എന്നും അപര എന്നും പറയും. അപ്പോൾ പര എന്ന് അപര എന്ന് കേട്ടിട്ടുണ്ട്. ഇത് തന്നെയാണ് സമയും അന്യയും. സമപര, അന്യ അപര. ഇത് തന്നെയാണ് വേദാന്തികൾ വിദ്യ അവിദ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ അങ്ങ് നമ്മൾ മുന്നോട്ട് ഏതെങ്കിലും പുസ്തകം വായിക്കുമ്പോൾ ഈ സമയം അന്യം എന്നൊക്കെ നമുക്ക് ഡൗട്ട് ഇട്ടാതിരിക്കാനാണ് ഈ വാക്ക് പറഞ്ഞത്. ഗീതയിലാണ് നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ ദൈവീക സമ്പത്തെന്നും അസുരിക സമ്പത്തെന്നും പറഞ്ഞിട്ട് പോകും. ദൈവിക സമ്പത്തും ആസുരിക ഗീതയിലൊക്കെ വായിക്കുമ്പോൾ അങ്ങനെയാണ് ഇത് ഈ അറിവിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. നിന്നിൽ ആസുരിക സമ്പത്തുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു പോകുന്നത് ഈ പരാപര എന്നുള്ള ആ കൺസെപ്റ്റിനെയൊക്കെയാണ് പറയുന്നത്. ഉപനിഷത്തിൻ്റെയൊക്കെ ഭാഷകളിൽ നമ്മൾ വായിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിൽ പ്രേയസ് എന്നും ശ്രേയസ് എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കും. അപ്പം ഇവിടെ വിദ്യ എന്ന് പറയുന്നതാണ് ശ്രേയസ്, പ്രേയസ് എന്ന് പറയുന്നത് അവിദ്യ എന്ന് പറയുന്ന കൺസെപ്റ്റിലായിട്ട് ചിന്തിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വന്നതിൽ പ്രപഞ്ചത്തിൽ ഒരു ശക്തി വിശേഷമുണ്ട്. അത് നമ്മളിപ്പം ശുദ്ധബോധമെന്നോ എന്താ പറയും. അതിൽ നിന്ന് ഉണ്ടായതാണ് നാം, അതിൽ ഒരു ഡൗട്ടും ഇല്ല. നമ്മളെല്ലാവരും പറയുന്നതാണ് ഒരു ഊർജ ഒരു 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 എല്ലാത്തിനെയും സാക്ഷിയായി നിൽക്കുന്ന ഒരു ശക്തിയുണ്ട്. അതിൽ നിന്ന് ഉണ്ടായതാണ് ഞാൻ മാത്രമല്ല ഈ കാണുന്ന സകലതും. അപ്പം അതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഗുണങ്ങളും എന്നിലും ഉണ്ട്, അതിലൊരു ഡൗട്ടും ഇല്ല. അതിനെ തിരിച്ചറിയണമെന്നുള്ളതാണ്. തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ പടർന്ന് പന്തലിച്ചിരിക്കുന്ന പലതിനെയും നമ്മൾ വെട്ടി മാറ്റുമ്പോൾ മാത്രമേ ആ ഒരു ഇത് കിട്ടുള്ളൂ. അതാണ് സാധന ജീവിതം എന്നൊക്കെ ഉദ്ദേശിക്കുന്ന അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ പന്തലിച്ച് നിൽക്കുന്ന ഈ ബോധത്തെ മറച്ച് നിൽക്കുന്ന ആ കാടിനെ വെട്ടി മാറ്റണമെന്ന് പറയുന്നത്. അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു ഉദാഹരണത്തിൽ പറഞ്ഞുതരാം. ചക്കക്കുരുവിൽ നിന്ന് എന്തുണ്ടായി? പ്ലാവ് ഉണ്ടായി. അതിലെന്തുണ്ടായി? ചക്ക ഉണ്ടായി. ആ ചക്കയ്ക്കകത്ത് എന്തുണ്ട്? അനേകം അല്ലേ, 100 കൂടുതൽ ചക്കക്കുരു ഉണ്ടായി അല്ലേ. ഇതിൽ ചക്ക ആരാണ്? ചക്ക ആരാണ്? ഭാർഗവ ടീച്ചർ ധൈര്യമായിട്ട് പറഞ്ഞു, ഞാൻ തന്നെയാണെന്ന് പറ. ആണ്. ചക്ക എന്ന് പറയുന്നത് നാമാണ്. ആ അർത്ഥത്തിലല്ല. ഇതിൽ ചക്ക എന്ന് പറയുന്നത് നാം തന്നെയാണ്.
ആ ചക്കക്കുരു എന്ന് പറയുന്ന ആ ചക്കക്കുരു എവിടെ നിന്ന് വന്നു അങ്ങനെ ചോദിക്കരുത്. നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് n=2 എന്ന് പറയുന്നത് പോലെ ആ ഒരു പോയിന്റിൽ തുടങ്ങാൻ വേണ്ടിയാണ്. ആ ചക്കക്കുരു എന്ന് പറയുന്നത് ആ ശുദ്ധബോധമെന്നോ അല്ലെങ്കിൽ ആ പരബ്രഹ്മമെന്നോ ചിന്തിക്കുക. ചക്കക്കുരു പരബ്രഹ്മമെന്ന് ചിന്തിക്കുക. അതിൽ നിന്ന് ആ പ്ലാവ് ഉണ്ടായി. ആ പ്ലാവിൽ എത്രയോ ചക്കകളുണ്ട്. അതിൽ ഒരു ചക്കയാണ് നാം. ആ ഒരു ചക്കയ്ക്കകത്ത് ഇനി എത്രയോ കുരുക്കളുണ്ട്, ചക്കക്കുരുക്കളുണ്ട്. അതായത് ആ പരബ്രഹ്മ എന്താ പറയാൻ, അത് നമ്മൾ നിറഞ്ഞിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ആ അർത്ഥം, അങ്ങനത്തെ അർത്ഥമാണ് അത്. ആ പരബ്രഹ്മ ചൈതന്യം, ആ ഒരു ചൈതന്യം തന്നെ, പൂർണ്ണമതം പൂർണ്ണമിതം എന്നൊക്കെ പറയുന്നത് പോലെ, പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമുണ്ടായി. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം അവശേഷിച്ചാലും പൂർണ്ണം തന്നെ മാറ്റിയാലും പൂർണ്ണം തന്നെ അവശേഷിക്കും എന്ന് പറയുന്ന തത്വം പോലെയാണ്. അപ്പോൾ ആ പരബ്രഹ്മ ചൈതന്യം തന്നെ നമ്മൾ നിറഞ്ഞിരിക്കുകയാണ്. ആ ചക്കയാവുന്ന ആ ഇതിനകത്ത് ഒരു കുരുവിൽ നിന്ന് തുടങ്ങിയതാണ്. അതങ്ങനെയെങ്കിലും ചിന്തിക്കണം. അപ്പോൾ ഈ ചക്കയും തൊട്ടടുത്തിരിക്കുന്ന ചക്കയും ഒന്നിൽ തന്നെ രണ്ടെണ്ണം ഇങ്ങനെ തൂങ്ങിക്കില്ലേ? വ്യത്യാസമുണ്ടോ? ഒരിക്കലും വ്യത്യാസമില്ല. അതാണ് ഈ പര അറിവിലോട്ടുള്ള പോക്ക്. ഇതാണ് അല്ലെങ്കിൽ സമ എന്ന് പറഞ്ഞ അറിവിലോട്ടുള്ള പോക്ക് ഇതാണ്. അപ്പോൾ പ്ലാവ് എന്താണ്? പരിക്കപ്ലാവ്. ചക്കയാണ് ജീവാത്മാഭാവത്തെ ഇരിക്കുന്നത്. ബ്രഹ്മത്തിൽ നിന്ന് പുറത്തോട്ടുന്ന ശക്തി വിശേഷം, ശിവൻ്റെ ശക്തി ശിവനും ശക്തി എന്ന് പറയുന്നത് പോലെ നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ ആ ചക്കക്കുരു എന്ന് പറയുന്നത് ശിവനെന്നും പ്ലാവ് എന്ന് പറയുന്നത് ആ ശക്തിയെന്നും, ശിവനും ശക്തിയിൽ നിന്ന് ചക്ക ഉണ്ടായി. അപ്പോൾ ഗണപതിയും മുരുകനും ഇങ്ങനെയും പറഞ്ഞാണ് ശിവനും ശിവനും അങ്ങനെ പറഞ്ഞ പ്രഭാഷണ ടീച്ചർ. ശിവനും ശക്തിയും കൂടി ഉണ്ടായപ്പോൾ ചക്ക ഉണ്ടായി അല്ലേ? അപ്പോൾ ചക്കയ്ക്കകത്ത് എന്താണുള്ളത്? നിറച്ച് ശിവനേ ഉള്ളൂ. അവിടെ ആ ഉദാഹരണത്തിൽ എന്നിട്ട് നോക്കുമ്പോൾ പറയാം. അപ്പോൾ ശിവൻ ചക്കയാണെന്നും ആ ശക്തി സ്പന്ദിച്ചിരിക്കുന്ന പ്ലാവാണെന്നും ഇതിൽ രണ്ടിൻ്റെയും അംശം അല്ലേ, ആ രണ്ടും ചേർന്ന ഒരു അംശം തന്നെയാണ് ചക്കയായിട്ടും അതിനകത്ത് വീണ്ടും ശിവൻ തന്നെയാണുള്ളത്. അത് വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പര എന്ന് പറഞ്ഞ അറിവാണിത്. തന്നിൽ നിന്ന് അന്യമല്ല എന്ന് പറഞ്ഞ ഒരു ഫാക്ട്. ആ ചക്കയുടെ മാത്രം ഐഡൻറ്റിറ്റിയിൽ ചിന്തിച്ചാൽ ആലോചിച്ച് നോക്ക്, ഗതികേടാണ്. ആ റൂട്ട് മറന്ന് ചിന്തിച്ചാൽ താൻ വേറെ, ആ അപ്പുറത്തേക്ക് ആ ചക്ക വേറെ, എന്നിലുള്ള ഇത്രയും ഗുരുക്കൾ എൻ്റെ മാത്രമാണ് എന്നുള്ള ചിന്ത. ഈ കുരു പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ ആ ചക്ക നശിക്കണം. ആ ചക്കയ്ക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. പ്രശ്നങ്ങളായില്ലേ? പ്രശ്നങ്ങൾ തുടങ്ങിയില്ലേ? സെൽഫിഷ്നെസ്. ഇതിനകത്തിരിക്കുന്ന ഈ ചക്കക്കുരു എല്ലാം എൻ്റെയാണെന്ന് പറയാണ്. എന്നാൽ ചക്കക്കുരു പിന്നെ ആദ്യം ചക്കക്കുരു എന്താണ്? അവൻ ശിവബോധത്തിലിരിക്കുകയാണ്. അവൻ ആ ശിവബോധത്തിലോട്ട് പോകും. ചക്കക്കുരു നോക്കുമ്പോൾ ഈ ചക്ക സമ്മതിക്കുമോ? ആ റിയാലിറ്റിക്കെതിരെ ചിന്തിച്ചുകൊണ്ട് വന്ന കുഴപ്പമാണ്. അതല്ല സാധന സങ്കല്പത്തിൽ എന്താ പറയുന്നത്? അന്ന് റിയലിസ്റ്റിക്കായിട്ട് നീ പോവുക. അപ്പോൾ ആ ചക്കയ്ക്ക് പിന്നെ ചക്കയെ പറ്റിയിട്ടല്ല ബോധം വരുന്നത്. ഈ ചക്കകളെല്ലാം നിൽക്കുന്ന ആ ശക്തി വിശേഷമായ പ്ലാവിനെ പറ്റി ആദ്യം ബോധം വരും. അതിലല്ലേ ഭൂങ്ങിക്കുന്നത്. അപ്പോൾ ആദ്യം അത് പഠിക്കണ്ടേ? റൂട്ട് ബേസ് പഠിക്കണ്ടേ? എന്നിട്ടല്ലേ അത് സൃഷ്ടിക്കപ്പെട്ട ഫാക്റ്റിലോട്ട് പോകുന്നത്. ആ ഒരു ഇന്നർ ജേണി. എങ്ങനെ? മനസ്സിലായില്ല. ചക്ക മരം നിൽക്കുന്നത് പ്ലാവ്
ഉം. മണ്ണേ അവിടെ ഇല്ല. മണ്ണില്ലെന്നുള്ളതല്ല, ആ ബേസ് ബ്രഹ്മത്തിൻ്റെ ശക്തി സ്പന്ദനമാണല്ലോ മരമായിട്ടും മണ്ണായിട്ടും എല്ലാം നിൽക്കുന്നത് അവിടെ. ഞാൻ മണ്ണ് ഉദ്ദേശിച്ച് ബ്രഹ്മമാണ്. ശക്തിയോ? ഇതെല്ലാം നിൽക്കുന്നത് മണ്ണിലാണ്. ഫോർ എക്സാമ്പിൾ അല്ല, നമ്മൾ അതേപോലെ ഈ ചക്കക്കുരുവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ചിന്ത. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഒരു ഉദാഹരണത്തെ ഒന്ന് സമർത്ഥിക്കാൻ വേണ്ടി ആ ഒരു ഇത് അത്ര എടുത്ത് പറഞ്ഞു തന്നുള്ളൂ. പിന്നെ വേറൊരു പോയിന്റും കൂടി, സ്വാമിയമ്മ പറഞ്ഞ ടോക്കിൽ വിശ്വാസം വരണം എന്നുള്ളത്. നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ വിശ്വസിക്കണം. എന്തിനെ വിശ്വസിക്കണം? ഇപ്പം നമ്മൾ പൂർണ്ണമായി തിരിച്ച് അറിഞ്ഞിട്ടില്ലാത്ത ഒന്നിലുള്ള ഒരു വിശ്വാസം. ബുദ്ധിമുട്ടാണത്. ഈ കയറി കൂടെ നടക്കുമ്പോൾ ഇങ്ങനെ കമ്പ് തരും. കമ്പ് ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും ബാലൻസ് ചെയ്ത് നടക്കുന്നത്. നിൻ്റെ കയ്യിൽ കമ്പുണ്ട് എന്ന് നീ വിശ്വസിക്കുമെന്ന് ഒരാൾ പറയാണ്. ആ കമ്പ് ഞാൻ നിനക്കൊരു ബാലൻസ് തരും. ഈ കമ്പ് ഉണ്ടെങ്കിൽ എളുപ്പമാണ് നടക്കാൻ, ശീലിച്ചവർക്ക്. കമ്പ് വെച്ചാൽ നീ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ നിൻ്റെ കയ്യിൽ ഇപ്പം നിലവിൽ കമ്പില്ല, പക്ഷെ കമ്പുണ്ടെന്ന് ഗസ് ചെയ്ത് കൊണ്ട് നീ നടക്കണമെന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പം അതിൻ്റെ വേറൊരവസ്ഥയാണ്. നമ്മൾ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ എന്തിനെ വിശ്വസിക്കണം? ആ വിശ്വസിക്കേണ്ട അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അതിനെയാണ് വിശ്വസിക്കാൻ പറയുന്നത്. അപ്പം വിശ്വാസം എളുപ്പമുള്ള കാര്യമല്ല, പാടാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഇനി വിശ്വസിക്കേണ്ട, സമർപ്പിക്കൂ. നീ നിന്നെ അത് സമർപ്പിക്കൂ, അപ്പോൾ വിശ്വാസം വന്നോളൂ. സമർപ്പിക്കാമല്ലോ നിന്നെ. അപ്പം അതൊന്നും പറ്റുന്നില്ല. അപ്പോൾ പിന്നെ എവിടെ നിൽക്കുന്നു? വീണ്ടും നമ്മൾ ചിന്തിച്ച് നോക്കണം. പിന്നെ നമ്മൾ എവിടെ നിൽക്കുന്നു? അപ്പം വിശ്വസിക്കാൻ നമ്മൾ ചിന്തിച്ചപ്പം പറ്റൂല, അത് പാടുള്ളൊരു കാര്യമാണ് വിശ്വാസം വരാൻ. സമർപ്പിക്കാമല്ലോ, സമർപ്പിക്കാനും പറ്റുന്നില്ല. സമർപ്പിക്കാൻ പറ്റാതെ വരുമ്പോൾ എന്തുകൊണ്ട് സമർപ്പിക്കാൻ പറ്റുന്നില്ല? സമർപ്പിക്കാൻ നമ്മളെ അനുവദിക്കാത്ത ഒരു ഘടകം നമ്മളിലുണ്ട്. അല്ലെങ്കിൽ ഈ എന്താ പറയാൻ, അതൊരു തടവറയാണോ എന്ന് ഭയക്കുന്ന എന്തോ ഒന്നുണ്ട്. എനിക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുമോ എന്ന് ചിന്തിക്കുന്ന എന്തോ ഉണ്ട്. അതാണ് നമ്മളെ തടയുന്നത്, ബ്ലോക്കാക്കുന്നത്. അപ്പം സമർപ്പണം നടക്കില്ല. സമർപ്പണം നടക്കാതെ വരുമ്പോൾ വിശ്വാസം ഉണ്ടാവില്ല. സമർപ്പണവും വിശ്വാസവും വന്നില്ലെങ്കിൽ ഒരടി പോലും മുന്നോട്ട് പോകാനും പറ്റില്ല. അല്ലേ? പലരും സോമനി അമ്മയുടെ സ്ഥാനത്ത് കാണുന്നു, അമ്മ മൂവിങ് ഫോഴ്സ് ആണെന്നും ഇങ്ങനെ കുറേ അനുഭവങ്ങൾ പങ്കുവച്ചു. ഇതേ സോമനി അമ്മ പറയുന്നു, എൻ്റെ പ്രകൃതം രജോ ഗുണ പ്രകൃതമാണ്. അപ്പം രജോ ഗുണ പ്രകൃതമായ ആ സോമനി അമ്മയിൽ മറ്റുള്ളൊരു ദൃശ്യത്തെ എന്താണ്? സാത്വികത്തിൻ്റെ ഉന്നതതലം എന്ന് പറയുമ്പോൾ നമ്മളവിടെ ചിന്തിക്കേണ്ടത്, ആ രജോഭാവത്ത് എന്തുമാത്രം പ്രസ് ചെയ്ത് മാറ്റി വെച്ചത് കൊണ്ടല്ലേ മറ്റുള്ളവർക്ക് സാത്വിക അംശം റിസീവ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ആ വർക്ക് എന്തുമാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്ക്. അതല്ലാതെ സോമനി അമ്മ ഒരു മൂവി ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സാത്വിക ഭാവം നമുക്ക് പ്രകടമായി വരുത്താൻ വേണ്ടി ഇന്നർ വർക്ക് എന്തുമാത്രം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് തന്നെയാണ് സാധന. സാധന എന്ന് പറയുന്ന അവിടെയാണ്. അതിനെ ചവിട്ടി താഴ്ത്തി വയ്ക്കാൻ നമുക്ക് പറ്റണം.
അതല്ല താനെ ഉണ്ടായി വരുന്നതൊന്നുമല്ല. അത് തന്നെയാണ് സാധന. സാധന എന്ന് പറയുന്നതാണ് അരമണിക്കൂറോ 1 മണിക്കൂറോ മാറിയിരുന്ന് ജപിക്കുന്നതൊന്നുമല്ല. അവൻ്റെ ആ 24 മണിക്കൂറുകൾ ഒരു ദിവസത്തിൻ്റെ ഏതവസ്ഥയിലായിരുന്നു. ഇത് അവനോട് തെളിയിച്ചെടുക്കുന്ന ഘടകങ്ങളാണ്. അവനെ വീണ്ടും പറഞ്ഞു, ആത്മവികാസത്തിൻ്റെ അപ്പുറമാണ് ബുദ്ധിവികാസം എന്നുള്ളൊരു പോയിന്റ്. ആത്മവികാസത്തിന് അപ്പുറമാണ് ബുദ്ധിവികാസം. അപ്പോൾ നമുക്ക് തോന്നാം ബുദ്ധിയും കാട്ടിയും വലുതല്ലേ ആത്മാവ് എന്ന്. ഇവിടെ ബുദ്ധിവികാസം എന്ന് പറയുന്നത് ബോധവികാസം എന്നുള്ള അർത്ഥത്തിലെടുക്കാം. ബോധവികാസമുള്ള അർത്ഥത്തിലെടുക്കാം. ആത്മവികാസം നമ്മൾ ഉണ്ടാവുമ്പോൾ എന്നുവെച്ചാൽ തൻ്റെ ആത്മാവിനെ പറ്റി ഇപ്പം ചുരുക്കലേ ആത്മാവിനെ ചെയ്യുന്ന ഇതിനെ വികസിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും? ബോധമല്ലേ വികസിക്കുന്നത് കൂടുതൽ. ഇപ്പം ഇന്ത്യക്കാരെല്ലാം ഇന്ന ആൾക്കാരാണ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് വേദന തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ്റെ ബോധം വികസിച്ചിരിക്കുന്നത്. അവൻ്റെ ഐഡൻറ്റിറ്റി മാത്രം ആയിട്ട് ചുരുങ്ങി നിൽക്കാതെ ഞാൻ ഇന്ത്യക്കാണെന്നുള്ള ബോധം ഉള്ളത് കൊണ്ടല്ലേ അവന് വേദന തോന്നിയത്. ഇല്ലെങ്കിൽ വേദന തോന്നുമോ? എന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. മൻമോഹൻ സിംഗിനല്ലേ പറഞ്ഞത്. ഇങ്ങനെയല്ലേ തോന്നുള്ളൂ. ബോധവികാസം അതിനകത്ത് ഉണ്ടാകില്ലേ. അപ്പം ആത്മവികാസത്തിന് അപ്പുറമാണ് ബോധവികാസം. അപ്പം ആ ഐഡൻറ്റിറ്റി ഐ എന്ന് പറയുന്ന റിയൽ ഐയിലോട്ടുള്ള ഒരു വികാസം വരുമ്പോഴാണ് ആത്മവികാസം വരുവുള്ളൂ. അപ്പം ബോധവും വികാസം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഗുരുദാസ് ജി പറഞ്ഞതുപോലെ ഒരു നല്ലൊരു കണ്ടെത്തലാണ് കണ്ണൻ തോട്ടം നല്ലതാണ് എന്ന് പറയുന്നതിലുപരി ആ കണ്ണൻ എന്ന് പറഞ്ഞാൽ ആരാണ്? തന്നിലുള്ള റിയൽ ഐ ആണ്. ഞാൻ ആരാണോ ആകേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ റിയൽ അസ്തിത്വം എന്ത്, ആ ശുദ്ധബോധമാണ് ഞാൻ, അല്ലെങ്കിൽ പരബ്രഹ്മമാണ് ഞാനെന്ന് പറയുന്നതിൻ്റെ പ്രതീകമാണ് കണ്ണൻ. അതിനോട് ആ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന അന്ധകരണമോ അല്ലെങ്കിൽ മൈൻഡോ അതാണ് അതിലുള്ള ഞാൻ. അവരുടെ ഒരു ഫൈറ്റിങ്, ഇന്നർ ഫൈറ്റിംഗ് ആണ്. രണ്ടുപേർക്ക് 2 പോളിസിയാണ്. ആ കണ്ണൻ സത്യത്തെ ദർശിച്ചുകൊണ്ട് ഉത്തരങ്ങൾ പറയുന്നു. അതിലുള്ള ഞാൻ അവനിപ്പം തിരിച്ചറിഞ്ഞ ഞാൻ വെച്ചിട്ട് ആ കാഴ്ചപ്പാട് വെച്ചിട്ട് മാത്രം അവൻ സംസാരിക്കുന്നു. അപ്പോൾ ഒരു ഇന്നർ ഫൈറ്റാണത് 2 രൂപത്തിൽ. അപ്പോൾ കണ്ണൻ തോട്ടിനെ നമ്മൾ കാണേണ്ടത് സമ എന്ന അറിവിലൂടെ ആയിരിക്കണം കാണേണ്ടത്. അന്യ എന്നുള്ള അറിവിലൂടെ കണ്ണൻ തോട്ടിനെ സമീപിച്ചാൽ, അല്ലെങ്കിൽ അവൻ്റെ ഈ തോട്ടിനെ സമീപിച്ചാൽ ഒരിക്കലും മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. അപ്പം ഒരു ഫൈനൽ കൺക്ലൂഡിങ് പാർട്ടായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞെങ്കിൽ നിർത്താം. ഒരാളൊരു തോണി തുഴഞ്ഞു പോവുകയാണ്. ഈ തോണി തുഴഞ്ഞ മുന്നോട്ടിങ്ങനെ പോയപ്പോൾ ശാന്തമായിട്ടുള്ള അന്തരീക്ഷം, മനോഹരമായിട്ടുള്ള കാടുകൾ 2 സൈഡും ഉണ്ട്. ആ ഭംഗിയും എല്ലാം ആസ്വദിച്ചുകൊണ്ട് ഇയാളിങ്ങനെ തോണി തുഴഞ്ഞു പോവുകയാണ്. തോണി തുഴഞ്ഞ് മുന്നോട്ടങ്ങ് പോയപ്പോൾ ഇയാൾ ചിന്തിക്കുകയാണ്, ഈ തുഴയുന്നത് കാരണം ഇത് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നില്ല. തുഴയാതെ മുന്നോട്ട് ഇത് നീങ്ങൂല്ലല്ലോ. തോണി മുന്നോട്ട് നീങ്ങത്തുമില്ല. മുന്നോട്ട് നീങ്ങിയാലേ എന്ത് പറ്റുള്ളൂ? അതായത് വീണ്ടും ഇതൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. അപ്പോൾ തുഴയാൻ വയ്യ, അല്ലെങ്കിൽ തുഴഞ്ഞാൽ ആസ്വാദനത്തിന് ഭംഗം വരുമോ എന്നുള്ള ചിന്ത. ആസ്വദിക്കുകയും വേണം, മുന്നോട്ട് പോകുകയും വേണം,
എന്നാൽ തുഴച്ചിൽ നിന്ന് രക്ഷപ്പെടുകയും വേണം. ഇതാണ് അവൻ്റെ മാനസികാവസ്ഥ. അപ്പോൾ അവൻ ഇങ്ങനെ തുഴയാണ്. പിന്നെ ഇങ്ങനെ ചിന്ത വന്നപ്പോൾ തുഴച്ചിലിൻ്റെ ശക്തി കുറഞ്ഞു. അപ്പം മുന്നോട്ടുള്ള ബോട്ടിൻ്റെ മൂവ്മെൻറ്റും കുറഞ്ഞു. മുന്നോട്ടുള്ള ബോട്ടിൻ്റെ അല്ലെങ്കിൽ ആ വഞ്ചിയുടെ മൂവ്മെൻറ്റ് കുറഞ്ഞപ്പോൾ എന്ത് പറ്റി? ഇവന് അങ്ങോട്ടുള്ള വിദൂര കാഴ്ചകൾ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമവും വരും. അപ്പം അത് കാണുകയും വേണം, ഇത് മുന്നോട്ട് പോവുകയും വേണം, തുഴയാനും വയ്യ. അപ്പോൾ കൂനിൽ മേൽ കുരു എന്ന് ഗുരുക്കന്മാർ പറയും. യവം ചിന്തിച്ചത് വൈദ്യൻ ഇച്ഛിച്ചതും രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറയുന്നത് പോലെ ഒരു കാറ്റ് വന്നു. കാറ്റ് വന്നപ്പോൾ എന്ത് പറ്റി? തുഴയേണ്ടി വരുന്നില്ല. മറ്റേ ഇതിൽ ഈ പായ് ഇതൊക്കെ ഉണ്ടല്ലോ, പായ് കപ്പൽ പോലത്തെ ഇതിനൊക്കെ ചിന്തിക്കുന്നത്. കപ്പലല്ല, ഒരു ചെറിയ ഒരാൾ മാത്രമാണ് പോകുന്നത്. അപ്പോൾ ഈ കാറ്റ് നടിച്ചപ്പോൾ ഇവ ഇങ്ങനെ കഷ്ടപ്പെട്ടല്ലേ കഴിയുന്നത്, ഇങ്ങനെ അങ്ങ് പോയി, സ്പീഡിൽ അങ്ങ് പോവുകയാണ്. ഈ മോട്ടറൊക്കെ വെച്ച് പോകുന്ന പോലത്തെ പിന്നെ ബോട്ടുകളൊക്കെ പോകുന്നത്. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ പിന്നെ രണ്ട് സൈഡ് ഇങ്ങനെ നോക്കി ഇവ ഇങ്ങനെ അത് ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നല്ല സ്പീഡിലങ്ങ് പോവുകയാണ്. അപ്പോൾ വീണ്ടും അവൻ ചിന്തിക്കുകയാണ്, കുറച്ചുകൂടി സ്പീഡിൽ പോയിരുന്നുവെങ്കിൽ ഭംഗിയും ആസ്വദിക്കാം, ഒരു കാറ്റും കിട്ടും, ഒന്ന് ശരിക്കും ഒന്ന് എൻജോയ് ചെയ്യാമായിരുന്നു, പ്രകൃതിയെ തൊട്ടറിഞ്ഞ് പോകാമായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പം വീണ്ടും വൈദ്യൻ കൽപ്പിച്ചതും പാല്, രോഗി ഇച്ഛിച്ചതും പാല്, കുറേ കൂടി സ്പീഡിൽ പോയി, ഭയങ്കര സന്തോഷമായി. പക്ഷെ അപ്പോഴും കാറ്റൊന്നും അടിക്കുന്നില്ല. ഇതൊന്നും അവന് വേറെ ഒന്ന് പിന്നെ കൺഫ്യൂഷന് വരുന്നില്ല. കാറ്റൊന്നുമില്ല, നല്ല സ്പീഡിൽ പോകും. ഇവൻ വളരെ അത് ആസ്വദിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇത് പോകുന്നത് എങ്ങോട്ടാണ്? ഒരു വെള്ളച്ചാട്ടത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവൻ്റെ ആഗ്രഹം എന്താണ്? വളരെ സ്പീഡിൽ എനിക്ക് തുഴയാനും വയ്യ, തുഴയാനും എനിക്ക് വേണ്ട, എനിക്ക് ഇത് ആസ്വദിക്കുകയും വേണം എന്നുള്ളതിൽ പോവുകയാണ്. പ്രകൃതിയെ തൊട്ടറിയണ്ടേ. അപ്പോൾ വെള്ളച്ചാട്ടത്തെ തൊട്ടറിയാമെന്ന് ഈശ്വരൻ ഇത് കൊടുത്തായിരിക്കും. അപ്പോൾ ഇത് ഭയങ്കര സ്പീഡിൽ പോയപ്പോഴേ ഒരു ചെറിയ ഡൗട്ട് അടിച്ചു. ഇത്ര സ്പീഡിൽ പോയാൽ എനിക്ക് ആസ്വാദനം ശരിയാവുന്നില്ലല്ലോ, കണ്ണിൽ കിട്ടുന്നില്ല. ഇങ്ങനെ നമ്മുടെ ക്യാമറയിൽ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ഒന്നും കിട്ടൂലല്ലോ, ഇങ്ങനെ പതുക്കെ ആസ്വദിക്കാം. അപ്പോൾ ഇത്രയും വേണ്ട ദൈവമേ സ്പീഡ്. പക്ഷെ ദൈവത്തിൻ്റെ അടുത്ത് പറയാൻ പറ്റണ്ടേ? നോക്കിയപ്പോൾ ഒരു വലിയൊരു കൊക്ക. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് പറഞ്ഞാൽ ദൈവം കേൾക്കോ ഇല്ലെന്ന് അറിയില്ല. അപ്പോൾ ഇനി ആകെ രക്ഷയെന്ന് വെച്ചാൽ തിരിഞ്ഞ് തുഴയണം. ഇവൻ എത്ര ശക്തിയായിട്ട് തുഴഞ്ഞാലും ഒരു രക്ഷയില്ല. പിന്നെ അവന് തോന്നുന്നു തുഴയുന്നതിനെക്കാട്ടി എളുപ്പം ഇതിനടുത്ത് ചാടിയിട്ട് തിരിച്ച് നീന്താന്നായിരിക്കും തോന്നുന്നത്. കാര്യം അവനെയും മുന്നോട്ട് കൊണ്ടുപോകണം, ഈ പങ്കായവും തുഴയും ഇതെല്ലാം കൂടി അങ്ങ് കൊണ്ടുപോകണ്ടേ. അത് ഏറ്റവും വലിയ പാടല്ലേ. അവസാനം അതിനടുത്ത് ചാടിയപ്പം ആ ഒഴുക്കിപ്പെട്ട് ആളങ്ങ് പോയി. അപ്പോൾ ശരിക്കും ഈ മനസ്സാണ് പങ്കായം. ആ തോണിയാണ് ജീവിതയാത്ര. അപ്പോൾ ഇവിടെ ആധ്യാത്മിക മനസ്സിനെ കളയണമെന്ന് പറയുന്നു. ഇവിടെ പങ്കായത്തെ കളയുക എന്നുള്ള അർത്ഥത്തിലല്ല, മനസ്സിനെ ഉപയോഗിക്കണം. എന്തിന്? എന്താണ് മനസ്സെന്നറിയാൻ അല്ലേ? അതിനെ തിരിച്ചറിയണ്ടേ? മുന്നോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്തണ്ടേ? ആ പങ്കായത്തിനെ ഉപയോഗപ്പെടുത്തണ്ടേ? മുന്നേ ഉള്ള ആ അപകടത്തെ തിരിച്ചറിയണ്ടേ? ആഗ്രഹങ്ങളുടെയും ആസ്വാദനത്തിൻ്റെയും ലോകത്തോട്ട് പോയാൽ അപകടമൊന്നും അറിയാൻ പറ്റില്ല. പിന്നെ അപകടമാണെന്ന് തിരിച്ചറിഞ്ഞാലോ തിരിച്ചു വരാനും പറ്റില്ല, അഗാധമായി പതിക്കും. അപ്പം അവരവരുടെ പങ്കായം സൂക്ഷിച്ചുപയോഗിക്കുക. പങ്കായം സൂക്ഷിച്ചുപയോഗിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് പിന്നെ ഈ മറ്റേ സൂക്ഷ്മമായിട്ടല്ലേ പറയുന്നത്, സ്ഥൂലമായി മനസ്സിലാക്കാനാണ് ഞാൻ തോർത്തുകളൊക്കെ തരുന്നത്. ആ തോർത്തുകൾ
ഇരുണ്ട് വരും തോറും പങ്കായം മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകുന്നില്ല എന്ന്. വെള്ളക്കൊടി ആണ് കരിങ്കൊടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്, വെള്ളത്തോർത്ത്. മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു അളവ് പോലും നമ്മുടെ മുന്നിൽ ഒരു വർഷം ഉണ്ടാവും സാക്ഷി ഭാവത്തിൽ. അതാണ്. അപ്പം അങ്ങനെ പറഞ്ഞ് പ്രാവശ്യത്തെ ആനുവൽ ഡേ കൺക്ലൂഡിങ് പോയിന്റിലോട്ട് എത്തി. ശരി. അപ്പോൾ നമ്മൾ ഫെബ്രുവരി ദൈവദശകം ക്യാമ്പ് വെച്ചിരുന്നു മാറാങ്കുഴി. തൽക്കാലം അത് മാർച്ചിലോട്ട്